സന്യാസ സൗന്ദര്യവും വെല്ലുവിളികളും. സന്യാസത്തിന് സൗന്ദര്യമുണ്ട്, പിന്നെ സൗന്ദര്യത്തിന് എന്തെങ്കിലും വെല്ലുവിളിയുണ്ടോ? ഉണ്ടോ? സൗന്ദര്യത്തിന് വെല്ലുവിളിയുണ്ടോ? ഉണ്ട്. സൗന്ദര്യത്തിന്റെ ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ സൗന്ദര്യം നഷ്ടപ്പെടാതെ ഫീൽഡിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. ആണോ അല്ലയോ? ഒരാൾക്ക് ഇപ്പൊ ഐശ്വര്യ റായിയെ സംബന്ധിച്ചിടത്തോളം ലോകസുന്ദരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ തന്നെ സിനിമാ ഫീൽഡിലാണെങ്കിൽ ഇങ്ങനെ എല്ലായിടത്തും സൗന്ദര്യം ഉണ്ട് എന്ന് അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ സൗന്ദര്യത്തിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആകാതെ സൗന്ദര്യ സംരക്ഷണം വലിയൊരു വെല്ലുവിളിയാണ്. ഇപ്പൊ ഈ സൗന്ദര്യം അത് സംരക്ഷിക്കപ്പെടുന്നതിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? പ്രായം. കറക്റ്റ് പറഞ്ഞു. നമുക്ക് പ്രായമാകും തോറും ചുക്കിച്ചുളിയും, പിന്നെ എന്താണ്, പഴയതാകും, പിന്നെ പുതുമ നഷ്ടപ്പെടും. എല്ലാവർക്കും ചുറുചുറുക്കുള്ളവരെയും ചെറുപ്പക്കാരെയും ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നവരെയും കണ്ടാൽ കുറച്ച് ആകർഷണം തോന്നുന്ന വിധത്തിൽ ചെറുപ്രായക്കാരെ, ചെറുപ്പമാണ് എല്ലാവർക്കും ഇഷ്ടം, അല്ലെ? യയാതിയുടെ നോവൽ വായിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, ചെറുപ്പമാകാൻ വേണ്ടി ഒരു മനുഷ്യൻ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളുടെ ഏറ്റവും അങ്ങേയറ്റത്തെ സ്ഥിതി യയാതി എന്ന നോവലിൽ വളരെ കൃത്യമായിട്ട് വിവരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോ ഈ പ്രായമാകുന്നതിന്റെ ഒരു അപകടം, പ്രായമാകുന്നതിന്റെ ഒരു ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ എത്ര പ്രായമായാലും ആ ഒരു യുവത്വം കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇവിടെ നമ്മളിന്നായിരിക്കുമ്പോൾ സന്യാസ ജീവിതത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ചും ഒപ്പം തന്നെ അതിന്റെ വെല്ലുവിളിയെ കുറിച്ചും നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ ആദ്യം തന്നെ നാം ആലോചിക്കേണ്ടത്, സന്യാസത്തിന് സൗന്ദര്യമുണ്ടോ? ഉണ്ടോ? കാണാൻ നല്ലതാന്ന് ഉറപ്പുള്ളവരെന്ന് കൈവെക്കാവോ? എല്ലാരും കൈവെക്കി. എന്നെ കാണാൻ നല്ലതാണോ എന്ന് വെച്ചാൽ നിങ്ങളെ ഓരോരുത്തരെയും കാണാൻ നല്ലതാണോ എന്നല്ല, നമ്മൾ സന്യാസം, സമർപ്പണ ജീവിതം, അതിന് സൗന്ദര്യമുണ്ട് എന്ന് രണ്ടു കൈകൊണ്ടും ഉറക്കെ പൊക്കി പറയാവുന്നവര് ഒന്നുകൂടെ കൈവെക്കാവോ? സന്യാസ ജീവിതത്തിന് എന്ത് രസം ഇവിടെ നിന്ന് കാണണം. ദേ ഒരാൾ ഇങ്ങനെ കാണിക്കുന്നു, ഭയങ്കര പവർഫുൾ ആണ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരുപാട് അഭിമാനത്തോടുകൂടി സന്യാസ ജീവിതത്തിന് സൗന്ദര്യമുണ്ടെന്നും എന്നാൽ ആ സന്യാസ ജീവിതത്തിന് വെല്ലുവിളി ഉണ്ടെന്നും നമ്മൾ അംഗീകരിക്കുമ്പോൾ എന്താണ് സൗന്ദര്യമെന്നും, സൗന്ദര്യം ഉണ്ടെന്ന് ഓൾറെഡി നമുക്കറിയാം. അപ്പൊ പിന്നെ വെല്ലുവിളി എന്താണെന്ന് അറിഞ്ഞാൽ മതി. വെല്ലുവിളി ഉണ്ടെങ്കിലേ ജീവിക്കാനൊരു കണ്ടു, എല്ലാരും കൂടെ പറഞ്ഞു, ഒരു മർമറിങ് സൗണ്ട് ആയിരുന്നു. വെല്ലുവിളി ഉണ്ടെങ്കിലേ ജീവിക്കാനൊരു സുഖമുള്ളൂ, ത്രില്ലുള്ളൂ. ഈ ത്രില്ലാണ് പലർക്കും നഷ്ടപ്പെട്ടു പോകുന്നത്. ചിലരുണ്ട് വെല്ലുവിളി വരുമ്പം പിന്തിരിഞ്ഞോടും, ചിലരുണ്ട് വെല്ലുവിളി വരുമ്പം അത് ഏറ്റെടുക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യും, ചിലരുണ്ട് വെല്ലുവിളി വരുമ്പോൾ അത് അഭിമുഖീകരിക്കാൻ പറ്റാതെ ഒളിച്ചോടും. ഡിപ്രഷൻ, സപ്രഷൻ, പിന്നെ എന്താണ്, കുറെ പ്രഷൻസ് ഉണ്ട്, പ്രഷറുകൾ നമുക്കുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ആയി പോകുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം, വെല്ലുവിളിയൊക്കെ ഞങ്ങൾക്ക് പുല്ല, വെല്ലുവിളിയൊക്കെ ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാനാണ് ഓരോ സമർപ്പിതരെയും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ മുതൽ 98 അല്ലെ സമർപ്പിത ദിവസമായിട്ട് ജോൺ പോൾ മാർപ്പാപ്പ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാപ്പയാണ് ജോൺ പോൾ മാർപ്പാപ്പ. ജോൺ പോൾ മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കമന്ന് വീഴും, അതുപോലെ ലവബിൾ ഒരു പാപ്പയാണ്. അപ്പോ ഇദ്ദേഹം അന്ന് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. അതിനുശേഷം പിന്നീട് പാപ്പാമാര് വന്നപ്പോഴെല്ലാം ഇത് കോട്ട് ചെയ്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ക്രിസ്തുവിനെ അനുകരിക്കുക എന്നതിനേക്കാൾ, അതിന്റെ ബാക്കി ആരെങ്കിലും പറയട്ടെ, ക്രിസ്തുവിനെ അനുകരിക്കുക എന്നതിനേക്കാൾ അനുസരിക്കുകയാണോ? യെസ്, കുറെ അധികം പേര് പറഞ്ഞു ഇവിടെ. ക്രിസ്തുവിനെ അനുകരിക്കുക എന്നുള്ളതിനേക്കാൾ ക്രിസ്തുവായി മാറുക എന്നുള്ളതാണ്. ഇവിടെ അഭിമന്യ പിതാവ് അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നമ്മള് നമ്മളുടെ ജീവിത സാക്ഷ്യത്തിലൂടെയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഫ്രാൻസിസ് അസീസിയെ രണ്ടാം ക്രിസ്തു എന്ന് പറയാൻ കാരണം? ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് രണ്ടാം ക്രിസ്തു എന്ന് ഫ്രാൻസിസ് അസീസിയെ വിളിക്കുന്നതും ഒരു മൂന്നാം ക്രിസ്തു ഉണ്ടാകാനുള്ള ബുദ്ധിമുട്ടിലൂടെ നമ്മൾ ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിന് കാരണവും ക്രിസ്തുവിനെ അനുകരിക്കുന്നു. എവിടം വരെ എത്തി നിൽക്കുന്നതുള്ളൂ, നമ്മൾ ക്രിസ്തുവിനെ അനുകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതുള്ളൂ. ക്രിസ്തുവായി മാറുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് തിരിച്ചു വരാം. സന്യാസത്തിന്റെ സൗന്ദര്യം. ഞാനിവിടെ 4 സൗന്ദര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 45 മിനിറ്റ് കൊണ്ട് എങ്ങനെയെങ്കിലും തീർക്കണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകണം. അപ്പോ ഒന്നാമത്തെ സൗന്ദര്യം എന്ന് പറയുന്നത്, അവൻ നമ്മളെ സ്നേഹിച്ചു. ആ പേര് വല്ല പരിചയമുണ്ടോ? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലേറ്റസ്റ്റ് ചാക്രിക ലേഖനത്തിന്റെ പേരെന്താണ്?
അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, പ്രിയപ്പെട്ടവരെ, നമ്മളാരുമല്ല ഈ വിളിയുടെ തുടക്കം, നമ്മളാണെങ്കിലേ നമുക്ക് ഉത്തരവാദിത്തമുള്ളൂ. ഇപ്പൊ എന്നെ വിളിച്ചുകൊണ്ട് വന്നത്, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ചോദിച്ച് കയറി വരുന്നതും എന്നെ പ്ലാച്ചിക്കലച്ചൻ അഭിമന്യ പിതാവിന്റെ സമ്മതത്തോടുകൂടി പ്ലാച്ചിക്കലച്ചൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് കയറ്റി വരുന്നതും ഞാൻ തള്ളിക്കയറി വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? നിങ്ങൾ ഇത് ഏത് കന്യാസ്ത്രീ ഏത് അച്ഛനറിയാം? എനിക്കറിയത്തില്ല, ഇത് എവിടുന്നോ കയറി വന്നോ, എന്റെ പൊന്നെ ഒരു കസേര കൊടുത്തേക്കാം, ഇച്ചിരി നേരം ഇരുന്നിട്ട് പൊക്കോട്ടെ, അങ്ങനെ പോലും നമ്മൾ പറയില്ല. ഇത് എവിടുന്നോ മാറ് എന്നേ നമ്മൾ പറയുള്ളൂ. അതേസമയം ഞാനിവിടെ വന്നപ്പോ മിനിങ്ങാന്ന് പ്ലാച്ചിക്കലച്ചനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഞാൻ വിളിക്കില്ല കേട്ടോ ജോസിയ. ഒരു പലതവണ വിളിച്ചു, അവസാനം മിനിങ്ങാന്ന് പറഞ്ഞു, ഇനി ഞാൻ വിളിക്കില്ല. ഞാനിപ്പോ ഉറപ്പിച്ചു പറയാം, ഈ കാലഘട്ടത്തിലൂടെ ഒരുപാട് പ്രോഗ്രാമുകൾക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്നെ ഇത്രയധികം വിളിച്ചിട്ടുള്ള ഒരു വ്യക്തി പ്ലാച്ചിക്കലച്ചന. അതാണ് വിളിയുടെ ഉത്തരവാദിത്വം. പ്രിയപ്പെട്ടവരെ, വെറും എന്ന് ഞാൻ പറയുന്നത് തമ്പുരാനെയും കൂടെ കണക്ട് ചെയ്ത് പറയുമ്പോഴാണ്, ഇങ്ങനെയൊരു പ്രോഗ്രാം ഇവിടെ നടത്തുന്നതിന് വേണ്ടി ഓൾറെഡി അപ്പോയിന്റ്മെന്റ് എടുത്ത് കറക്റ്റ് ഡേറ്റ് ബ്ലോക്ക് ചെയ്ത് സമയവും സാഹചര്യവും വിഷയവും എല്ലാം പറഞ്ഞ് വെച്ചിട്ട് മിനിങ്ങാന്ന് വീണ്ടും വിളിക്കേണ്ട ആവശ്യം ഇദ്ദേഹത്തിനുണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വത്തിന്റെ കൂടുതൽ കൊണ്ട് ഉണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ച് ആ വിളി കിട്ടിയ സ്ഥിതിക്ക് പിന്നെ ഞാൻ, അച്ഛാ എന്നെ തന്നെയാണോ വിളിച്ചത്, വേറെ ആരെങ്കിലും കിട്ടാഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ് ഒരു തവണ ചോദിച്ചാൽ അച്ഛനെ, അയ്യോ അല്ല ജോസിയ, ഞങ്ങളെ ജോസിയെ തന്നെയാണ് വിളിച്ചത്. അയ്യോ അങ്ങനെ ജോസിയ അങ്ങനെ പറയില്ലേ, ഞങ്ങള് സ്പെഷ്യലി ഞങ്ങളങ്ങനെ ഇൻവൈറ്റ് ചെയ്തതാണെന്ന് പറയും. ഈ 4 തവണ വിളിച്ചപ്പോഴും ഞാൻ, അച്ഛാ എന്നെ തന്നെ ആയിരുന്നോന്നേ വിളിച്ചത് എന്ന് ഞാൻ ചോദിച്ചാൽ അച്ഛൻ അവസാനം അരിശം വരുമോ ഇല്ലയോ? തിരുവരും. ഇത് തന്നെയാണ്, വിളിച്ചവൻ ദൈവമാണെങ്കിൽ അവന് നമ്മുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്വവും ഉറപ്പുമുണ്ട്. നമ്മൾ ഓരോ സമയത്തും എന്തെങ്കിലും ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോ, ആരെങ്കിലും ഇവിടെ ജൂനിയേഴ്സ് ഉണ്ടോ? പിള്ളേര് ജൂനിയേഴ്സ് ഉണ്ട്, കുറച്ചു പേരുണ്ട്. ജൂനിയേഴ്സ് സീനിയേഴ്സ് ഒക്കെ കണക്കാട്ടോ. നമ്മളെല്ലാവരും ഈ ഒരു അസ്വസ്ഥതകളുടെയും കാര്യത്തിലും നെഗറ്റീവ് എക്സ്പീരിയൻസസിനെ നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യത്തിലും നമ്മളെല്ലാം തുല്യ ദുഃഖിതരാണ്. അതുകൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോ, ആരെങ്കിലും നമ്മളെ 2 കവള് മോളെ അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയുമ്പോ അപ്പൊ തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? എനിക്ക് വിളിയുണ്ടോ? നമ്മളെല്ലാവരും ആദ്യം കയറി പിടിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എനിക്ക് വിളിയുണ്ടോ എന്ന ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നതിനേക്കാൾ എനിക്ക് വിളിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ഈ പ്ലാച്ചിക്കലച്ചനോട് എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചത്, എന്നെ തന്നെയാണോ എന്നെ കിട്ടിയത്, വേറെ ആരെങ്കിലും ഉദ്ദേശിച്ചായിരുന്നോ എന്ന് ഒരു 2ൽ കൂടുതൽ തവണ ചോദിക്കുമ്പോൾ അച്ഛനുണ്ടാകുന്ന, നിങ്ങൾക്ക് ഇപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ 45 മിനിറ്റിൻ്റെ ഇടയ്ക്ക് ഓരോ മിനിറ്റ് ഇടവിട്ട് ഞാനായിരുന്നോ ഇവിടെ വരേണ്ടതെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കലിപ്പ് വരുമല്ലോ? ഈ കന്യാസ്ത്രീ എന്ത് കാണാനാ ഇങ്ങോട്ട് വന്നേ എന്ന് നിങ്ങൾ ചിലപ്പം ഉള്ളിലെങ്കിലും വിചാരിക്കും. ഇത് തന്നെയാണ് നമ്മളെ വിളിച്ച് സ്വന്തമാക്കിയ ദൈവത്തോട് ഓരോ ബുദ്ധിമുട്ടും പ്രയാസം ഉണ്ടാകുമ്പോൾ അവനോട് താതാത്മ്യപ്പെടാനുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ, ഇതെന്തുകൊണ്ട്, ഇതെന്തിന് എന്നിങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ അവനുണ്ടാകുന്നതും ഇതേ ഫീലിംഗാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഓരോരുത്തരുടെയും ആത്മാഭിമാനത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നതും എന്നെ വിളിച്ചത് തമ്പുരാനാണ്. ഇവിടെ ഇരിക്കുന്ന ഏതൊരു വൈദികൻ വന്ന സിസ്റ്റർ എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചാലും പ്ലാച്ചിക്കലച്ചൻ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, ഇന്നത്തെ മുഖ്യ പ്രഭാഷണം എനിക്ക് അലോട്ട് ചെയ്തിരിക്കുന്നതാണ് എന്ന് ഞാൻ പറയുമ്പോൾ പിന്നെ അച്ഛൻ എന്നോട് ഇറങ്ങിപ്പോകാൻ പറയില്ല. ഇതാണ് വിളിയുടെ ആധികാരികത. നമ്മളാരും തലകുനിച്ച് ഇങ്ങനെ കൂനിക്കൂടി നടക്കേണ്ടവരല്ല. പ്രിയപ്പെട്ട സമർപ്പിത സഹോദരിമാരെ, ഈ സമർപ്പിത ദിനത്തിൽ മാത്രം നമ്മളുടെ ശിരസ് അഭിമാനത്തോടുകൂടി ഉയർന്നാൽ പോരാ. നമുക്കെതിരെ സിനിമകൾ ഉണ്ടാകുമ്പോഴും, നമുക്കെതിരെ നാടകങ്ങൾ ഉണ്ടാകുമ്പോഴും, നമുക്കെതിരെ വൃത്തികേടുകളും നെഗറ്റീവുകളും പറഞ്ഞു വിടുമ്പോഴും ഇതേ അഭിമാന ബോധത്തോടുകൂടി നമുക്ക് നിൽക്കാൻ പറ്റണമെങ്കിൽ എന്നെ വിളിച്ചതാരാണെന്നുള്ള ഉറച്ച ബോധ്യം എനിക്കുണ്ടാകണം. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. ഇപ്പൊ ഇതിനകത്ത് 50 വർഷമായവരുണ്ട്, 50 വർഷമായവർ, 25 വർഷമായവർ മുമ്പിൽ തന്നെ ഇരിപ്പുണ്ട്. 50 വർഷമായവരോട്, ബാക്കിയുള്ളവർ പോട്ടെ, 50 വർഷമായവരോടും 25 വർഷമായവരോടും ഒറ്റ ചോദ്യം. ഈ 25 വർഷം മുൻപ്, 50 വർഷം മുൻപ് നിങ്ങൾക്ക് ആ മൊമെന്റ് ഓഫ് യുവർ വൊക്കേഷൻ,
at that particular moment of your vocation. അതായത് ഞാൻ എൻ്റെ ദൈവത്തോട് ആ യെസ് പറഞ്ഞു, ഫൈനൽ യെസ് എന്ന് പറഞ്ഞാൽ തീവ്രതമല്ല ഞാൻ ഉദ്ദേശിച്ചത്, വീട്ടിൽ നിന്ന് ഫൈനൽ യെസ് പറഞ്ഞ് ഇറങ്ങാൻ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ തള്ളിയ ഒരു ദൈവാനുഭവം, അത് ഓർത്തിരിക്കുന്നവരൊന്ന് കൈപൊക്കാവോ? ഈ പൊക്കിയവരുടെ കൈ പൊങ്ങിയിരുന്നോട്ടെ, ബാക്കിയുള്ളവരും കൂടെ. ആ ഒരു മൊമെന്റ് ഓഫ് യുവർ വൊക്കേഷൻ കൃത്യമായിട്ട് ഇന്ന് എന്ന പോലെ പച്ചകടാതെ ഓർമ്മയുള്ള പ്രിയപ്പെട്ട സഹോദരിമാരെ കൈപൊക്കാം. ചുമ്മാ അങ്ങനെ ഇങ്ങനെ പൊക്കരുത്. മുട്ടിന് മുകളിൽ പറ്റുന്നവര് പൊക്കണം. യെസ്, ആലോചിച്ച് പെറുക്കിയാണെങ്കിലും അവസാനം എല്ലാവരും കൈപൊക്കിയിട്ടുണ്ട്. എന്നാലും സാരമില്ല എൻ്റെ പൊന്നെ, വർഷം 50 ഇറങ്ങിപ്പോന്നിട്ട് ഇതൊക്കെ എവിടെ ഓർക്കാൻ? ഈ തിരക്കിട്ട ജീവിത യാത്രക്കിടയിൽ ഇതൊക്കെ എവിടെ ഓർത്തിരിക്കാനാണ് എന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മുടെ ആത്മവിശ്വാസത്തിന്, നമ്മളുടെ വിളിയിലുള്ള ഉറപ്പിന് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഞാൻ എൻ്റെ മൊമെന്റ് ഓഫ് വൊക്കേഷൻ ധ്യാനിക്കാൻ മറന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ ഒരു വലിയ ഈ ഒരു എസൻസ് ഓഫ് അവർ വൊക്കേഷൻ, ഇതിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നുണ്ട്. ഇതാണ് സൗന്ദര്യം. ഞാൻ പറഞ്ഞു ദൈവം നമ്മളെ വിളിച്ചു എന്നുള്ളതാണ് സൗന്ദര്യമെങ്കിൽ ഇതിനൊരു ചലഞ്ചുണ്ട്. ആ ചലഞ്ചിനെ കുറിച്ചാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. എന്താണ്? സ്പിരിച്വൽ അൽഷൈമേഴ്സ് എമംഗ് റിലീജിയസ് ലൈഫ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് സിൻ. എന്താണ്? ആത്മീയ മറവിരോഗം. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വെക്കുവാണ്, പ്രിയപ്പെട്ട സമർപ്പിതരെ, നിങ്ങൾക്കിടയിലുള്ള ആത്മീയ മറവി രോഗമാണ് നിങ്ങളുടെ ഇടയിലെ ഏറ്റവും വലിയ തിന്മ. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമുക്കൊരു വിചാരമുണ്ടാകണം, എന്റെ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു വന്നതാണ് ഞാൻ. അന്ന് ഇറങ്ങിപ്പോകുന്ന ദിവസം എന്നും മരണക്കിടക്കയിലായിരിക്കുമ്പോഴും നമുക്ക് ഓർമ്മയുണ്ടാകണം, എന്റെ ദൈവവിളിയെ കുറിച്ച് ഞാൻ എപ്പോൾ മറന്നുപോകുന്നോ ആ നിമിഷം നമ്മുടെ ആത്മവിശ്വാസം കുറയും. ഇടയ്ക്കുള്ളതാ. ഈ ആത്മവിശ്വാസത്തിൽ നിന്നാണ് ദാനിയേല് സിംഹക്കുഴിയിൽ കിടന്നപ്പോ കർത്താവെ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എപ്പോഴാ പറഞ്ഞത്? ദാനിയേല് സിംഹക്കുഴി കിടന്നപ്പോ ഭക്ഷണം കൊണ്ടുപോയി ഹബക്കൂക്ക് പ്രവാചകൻ അങ്ങേരുടെ മുടിക്കുത്തെ പിടിച്ച് ആത്മാവ് കൊണ്ടുപോയി സിംഹക്കുഴിയുടെ മോളിൽ കൊണ്ട് നിർത്തി ഭക്ഷണം കൊടുത്തപ്പോ ദാനിയേല് പറഞ്ഞു, കർത്താവെ അങ്ങനെ ഓർമ്മിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ജോൺ ഓഫ് ക്രോസ്, ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നാൽ ജോൺ ഓഫ് ക്രോസ് ജയിലിൽ കിടന്നപ്പോഴും ടോയ്ലറ്റിൽ അടച്ചുപൂട്ടി കിടന്നപ്പോഴും അവിടുന്നുണ്ടായ ഒരു പാട്ടാണേത്? ഓ സ്നേഹജ്വാലയേ എന്നാത്മാവിനെ. എങ്ങനെയാ മുറിപ്പെടുത്തുന്നേ? കഠിനമായിട്ടാണോ? നീ എന്തൊരു ക്രൂരനാ കർത്താവേ എന്നാണോ ചോദിച്ചത്? മൃദുവായി മുറിപ്പെടുത്തുന്നു നീ. ഇതാണ് വിശുദ്ധരും പ്രവാചകന്മാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നമ്മളാണ് എന്തു പറയും, ഇങ്ങനെ ഒരു അവസ്ഥ സന്യാസ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇതുപോലുള്ള ഒരു അവസ്ഥ, ഒരു പൊട്ടക്കിണറ്റിൽ ജോസഫിനെ പോലെ കിടക്കേണ്ടി വന്നാൽ, ദാനിയേലിനെ പോലെ ഏതെങ്കിലുമൊക്കെ സിംഹക്കുഴിയിൽ കിടന്നു എന്ന് നമ്മളായിട്ട് വിചാരിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ നമ്മുടെ ഇടയിൽ നിന്നുണ്ടാകുന്ന പാട്ട് എന്തായിരിക്കും? നീ എന്നെ മറന്നോ നാഥ. പിന്നെ എന്താണ് വേറൊരു പാട്ടുണ്ട്? മടുത്തു ഞാൻ ഈ ജന്മം മനുഷ്യപുത്ര എന്നൊക്കെ നമ്മൾ പാടും. പ്രിയപ്പെട്ട സഹോദരിമാരെ, അഭിമാനത്തോടെ നട്ടിൽ നിവർത്തി ഏത് സിംഹക്കുഴിയിൽ കിടക്കേണ്ടി വന്നാലും, ഏത് പൊട്ടക്കിണറ്റിൽ കിടക്കേണ്ടി വന്നാലും അവൻ എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടോ? അവിടെയാണ് സന്യാസ ജീവിതത്തിന്റെ സൗന്ദര്യം. അതാണ് ഒരു സമർപ്പിതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മൾ പാടും. എന്തു പാടും? ആപത്തോ പട്ടിണിയോ നഗ്നത പോലും വന്നാലും. ബാക്കി പാടാവോ? ജൂനിയേഴ്സിന് അറിയായിരിക്കും എന്തായാലും. പിന്നെന്താണ്? പീഡകളോ കുരിശുകളോ ആ ജീവൻ തന്നെ പോയാലും രക്ഷകനാമേശുവിൻ സാക്ഷിയായി തീർന്നിടാൻ, പീഡകളിൽ പതറാത്ത ചങ്കുറപ്പ് നേടിയിടാൻ ആത്മശക്തി പകരണമേ പരിശുദ്ധാത്മാവേ. നമ്മൾ പാടും. ഒരു പീഡനം വരട്ടെ, ഒരു പൊട്ടക്കിണർ വരട്ടെ, ഒരു പട്ടിണി വരട്ടെ,
ഇഷ്ടപ്പെടുന്ന ഒരു ഭക്ഷണത്തിന്റെ ബുദ്ധിമുട്ട് നമുക്ക് നമ്മളിങ്ങനെ ഇതെന്താണ് ഇങ്ങനെ ലൈവായിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് വലിയ പാടാം. ലൈവ് പോകുന്നതുകൊണ്ട്. പക്ഷെ ഞാൻ ആ ഗുഡ്നെസ്സുകാർ അവർ നമുക്ക് നമ്മുടെ നല്ല കൂട്ടുകാരാണ്. അതുകൊണ്ട് ഞാൻ ഷക്കീലക്കാരോടും ഗുഡ്നെസ്സുകാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നാളെ നിങ്ങൾ എന്നെ വൈറലാക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, മുറുമുറുപ്പുകൾ എന്ന് പ്രാർത്ഥനയാകുന്നു, മുറുമുറുപ്പുകൾ എന്ന് ദൈവമേ നന്ദി എന്നാകുന്നു. അവിടെയാണ് സന്യാസത്തിന്റെ സൗന്ദര്യം. ഇവിടെയാണ് ഈശോയുടെ പ്രാർത്ഥനയുടെ ഒന്നാം ഭാഗത്താണ് നമ്മളെപ്പോഴും നിൽക്കുന്നത്. ഈശോയുടെ പ്രാർത്ഥനയുടെ ഒന്നാം ഭാഗം എന്താണ് ഒന്നാം ഭാഗം? ഇത് നിന്റെ ഹിതമാണെങ്കിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. നമ്മൾ അവിടെയാ നിൽക്കുന്നത്. ഒരു കുരിശ് വരുമ്പോ, ഒരു അസ്വസ്ഥത വരുമ്പോ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോ, ഒരു പ്രയാസം ഉണ്ടാവുമ്പോ നമ്മൾ പറയും, കർത്താവേ ഇത് നീങ്ങിപ്പോട്ടെ, ഇത് നീങ്ങിപ്പോട്ടെ, ഇത് നീങ്ങിപ്പോട്ടെ. പക്ഷെ അത് കഴിഞ്ഞപ്പോ തമ്പുരാൻ എന്താ പ്രാർത്ഥിച്ചേ? എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ഒന്നാം പാദത്തിൽ നിന്ന് രണ്ടാം പാദത്തിലേക്കുള്ള വളർച്ചയാണ് സന്യാസത്തിന്റെ സൗന്ദര്യം. അതിന്റെ വെല്ലുവിളിയും അത് തന്നെയാണ്. നമ്മുടെ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. 4 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ സന്യാസ സൗന്ദര്യം എന്ന് പറയുന്നത് എന്താണ്? ഒന്നാമത്തെ സന്യാസ സൗന്ദര്യം എന്ന് പറയുന്നത് അവിടുന്ന് നമ്മളെ വിളിച്ചു. ഉത്തരവാദിത്വം തമ്പുരാന്റേതാണ്. ഇനി രണ്ടാമത്തെ നമ്മളുടെ സന്യാസ സൗന്ദര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. എന്താണ്? ആരുടെയും വായന അങ്ങുന്നുണ്ടോ നോക്കിയതാണ് ഞാൻ. ബാക്കി എല്ലാത്തിനും കംപ്ലീറ്റ് ഫുൾ പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു. രണ്ടാമത്തെ നമ്മളുടെ സന്യാസത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, നമ്മളുടെ സന്യാസത്തിന് അസ്തിത്വം തരുന്നത് എന്താ സന്യാസത്തിന്? ഇവിടെ മാതൃദീപ്തിയിലെ ചേച്ചിമാരാണോ? മാതൃദീപ്തിയിലെ ചേച്ചിമാരിപ്പുണ്ട്, പുറകിൽ കുറച്ച് ചേട്ടന്മാരിപ്പുണ്ട്, ഇവിടെ നമ്മളുടെ മീഡിയ സുഹൃത്തുക്കൾ ഇരിപ്പുണ്ട്, പിന്നെ ഇടവക വൈദികരിപ്പുണ്ട്. ഇതിൽ നിന്നൊക്കെ നമ്മളെ വ്യത്യസ്തരാക്കുന്ന സന്യാസ സൗന്ദര്യം എന്താണ്? സമൂഹ ജീവിതം. ഇവിടെ ബിഷപ്സ് ഹൗസിൽ അത്യാവശ്യ സമൂഹ ജീവിതം നടക്കുന്നുണ്ട്. കരിസം എന്തോ? യെസ്. ഈ സൈഡിൽ നിന്നൊരു ഭയങ്കര ഒന്നൊരു കൈയടി കൊടുക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ നല്ലൊരു കൈയടി. നിങ്ങൾ കറക്റ്റ് ആൻസർ ആണ്. ബ്യൂട്ടിഫുള്ളി സെഡ് ദ കറക്റ്റ് ആൻസർ. എന്താണ്? വ്രതങ്ങൾ എന്ന് വെച്ച് ഇവിടെ ബാക്കി ഇരിക്കുന്ന ആർക്കും വ്രതമില്ല എന്നതിനർത്ഥമില്ല. എങ്കിൽ പോലും ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്നീ 3 വ്രതങ്ങൾ പൊതുജന മധ്യത്തിൽ നിന്ന് നമ്മളും നമ്മളുടെ പ്രൊവിൻഷ്യാളമ്മമാരും കൂടെയുള്ള ഒരു രഹസ്യ പരിപാടിയായിരുന്നു ഇത്. ആണോ? അല്ല. ഇത് നമുക്കറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതും നമ്മളുമായിട്ട് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു പ്രത്യേക സ്ഥലത്ത് വിളിച്ചുകൂട്ടി ഇന്നിവിടെ ഒരു വലിയ സംഭവം നടക്കാൻ പോവാണ്. ഞങ്ങളുടെ വ്രതമാണ്, വ്രതമെടുക്കുന്ന ദിവസമാണ്. പിന്നെ കാർന്നോമാരുടെ ഭാഷ പറയും ഉടുപ്പ് മാറ്റം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഫെബ്രുവരി 8 ഞങ്ങളുടെ കുട്ടികളുടെ വെസ്റ്റീഷനാണ്. അപ്പൊ ഞങ്ങൾ വിളിക്കാൻ പോയപ്പോ ഒരു അമ്മച്ചി പറഞ്ഞു, ഉടുപ്പുമാറ്റമാണല്ലേ? ഉടുപ്പുമാറ്റം. ഒരു ഉടുപ്പ് മാറി വേറൊരു ഉടുപ്പിടുന്നത്. ഇപ്പൊ ഞാൻ ആഷുടുപ്പിട്ടോണ്ടാണ് വന്നത്. മറ്റേ ഈ താഴത്തെ LG FS അവിടുത്തെ മദർ ഇവിടെ ഇരിപ്പുണ്ട്. ആ സിസ്റ്ററിന്റെ മടത്തി കയറി ഞാൻ പോയി ആഷുടുപ്പൊക്കെ മാറി വെള്ളയുടുപ്പിട്ടാ വന്നത്. അതാണോ ഉടുപ്പ് മാറ്റം? ആണോ? നിങ്ങൾ രാവിലെ ഇന്നലെ നെറ്റിക്കിടുന്ന ഉടുപ്പ് മാറി, എല്ലാ ദിവസവും നമ്മൾ നെറ്റിയിടുന്ന ഉടുപ്പ് മാറിയിട്ട് നല്ല ഉടുപ്പിട്ടാണ് പള്ളി വരുന്നത്. അതാണോ ഉടുപ്പ് മാറ്റം? അല്ല. ഈ ഉടുപ്പ് നമുക്ക് പ്രാക്ടീസിനൊക്കെ ഇടുമ്പം ഞങ്ങൾ ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞിട്ട് ഊരിയാൽ മതിയോ, ഇച്ചിരി നേരം കൂടെ കഴിഞ്ഞിട്ട് ഊരി വെച്ചാൽ മതിയോ എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഞങ്ങളുടെ അന്നത്തെ മിസ്ട്രസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്ന് നിങ്ങൾ ഇതിട്ടാൽ ഊരി വെക്കാം. പ്രാക്ടീസിന് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ അത് ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുമല്ലോ കുറച്ചു നേരം. അപ്പോൾ ഇന്നിട്ടാൽ നിങ്ങൾക്ക് അത് ഊരി വെക്കാം. ഇതിനുശേഷം ഞങ്ങളുടെ വെസ്റ്റീഷന്റെ ഡേറ്റ് ഒക്ടോബർ 8 ആയിരുന്നു. ഒക്ടോബർ 8 രാവിലെ 10:00 നടക്കുന്ന വിശുദ്ധ കുർബാന മധ്യേ നിങ്ങൾ ഈ ഉടുപ്പിട്ടാൽ പിന്നീട് നിങ്ങൾ മരിക്കുമ്പോഴും ഈ ഉടുപ്പിട്ട് വേണം മരിക്കാൻ. അത് ഓർത്തിട്ട് ഇപ്പോ സന്തോഷിക്കുക. അത് എല്ലാം കൂടെ ഓർത്തിട്ട് മതി. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ വ്രതബദ്ധ ജീവിതം എന്ന് പറയുമ്പോൾ ഈ സമൂഹത്തിൽ നിന്ന്, ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നമ്മളുടെ സന്യാസ വസ്ത്രമൊക്കെ ആണെങ്കിലും അതിനൊക്കെ ഉപരിയായിട്ട്
വ്രതബദ്ധ ജീവിതമാണ് ഒരു സമർപ്പിതയെ സമർപ്പിതയാക്കി മാറ്റുന്നത്. ദൈവഹിതം നിറവേറാനുള്ള, ഞാൻ ഇതിനകത്ത് എല്ലാ വ്രതങ്ങളെ കുറിച്ച് ഒന്നും പറഞ്ഞു പോകുന്നില്ല, പക്ഷേ ഏറ്റവും ഇതിന്റെ കാതലായ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ദൈവഹിതം നിറവേറാനുള്ള പ്രാർത്ഥനയാണ് അനുസരണം എന്ന് പറയുമ്പോൾ നമ്മളുടെ സന്യാസ ജീവിതത്തെ ഉറപ്പിച്ചു നിർത്തുന്ന ഏക കാരണം അനുസരണമാണെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ പഠിക്കുമ്പോൾ പറയാറുണ്ട്, അനുസരിച്ചാൽ ബാക്കി മുഴുവൻ വ്രതങ്ങളും കൊടുപ്പുന്നുള്ളൂ. വ്രതങ്ങളുടെ രാജ്ഞിയാണ് അനുസരണം എന്ന് പറയും. അനുസരിച്ചാൽ ദാരിദ്ര്യം പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അനുസരിച്ചാൽ ബ്രഹ്മചര്യം ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അനുസരിച്ചാൽ അനുസരണം ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ രണ്ടാമത്തെ സൗന്ദര്യമായിട്ട് നിൽക്കുന്നത്. ബ്രഹ്മചര്യത്തിന്റെ സ്വാതന്ത്ര്യം. പ്രിയപ്പെട്ട സഹോദരൻ, ഈ അനുസരണം വലിയൊരു നമുക്ക് എല്ലാവരും പറയാറുണ്ട്. എല്ലാവരും എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ ആരെയാണ് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. എന്താണ്? സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല, ഇഷ്ടമുള്ളിടത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ എനിക്ക് പറ്റുന്നില്ല, പിന്നെ എന്തൊക്കെയാണ്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതിന് വേറെ സ്ഥലമുണ്ട്, അതിന് വേറെ സ്ഥലമുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളുടെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കുന്നത് അനുസരണമാണെങ്കിൽ അതിന് ചില ചിട്ടവട്ടങ്ങളുണ്ട്. ഈ ചിട്ടവട്ടങ്ങളെ നമ്മൾ ആരുടെയെങ്കിലും പ്രേരണ കൊണ്ടാണോ നമ്മൾ വന്ന് എല്ലാവരും കൂടെ, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ നമ്മുടെ വെസ്റ്റിഷന്റെ പ്രൊഫഷൻ പോകുന്ന കാണുമ്പോൾ, പ്രൊസഷൻ പോകുന്ന കാണുമ്പോൾ പുറകെ ഉന്തി ഉന്തി ഉന്തിയാണോ ആരെങ്കിലും കയറ്റിവിടുന്നത്? ആണോ? ഉന്തിക്കയറ്റി വിടുന്നതാണോ ആരെങ്കിലും? അന്നേരവും ഉറപ്പ് പോരാഞ്ഞിട്ട് രൂപതാധ്യക്ഷൻ ചോദിക്കാറുണ്ട് നമ്മളോട്, മക്കളെ എന്നാ ചോദിക്കുന്നത് നമ്മളോട്? ഇനി എന്തെങ്കിലും കാണിച്ച് പിതാവ് കാണാതെ ആരെങ്കിലും ഉന്തിത്തള്ളി വിട്ടതാണെങ്കിൽ അതങ്ങനെയല്ല എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? രൂപതാധ്യക്ഷനുണ്ട്. അതുകൊണ്ടാണ് രൂപതാധ്യക്ഷൻ വീണ്ടും ചോദിക്കും, പൂർണ്ണമായ സമ്മതത്തോടും കൃത്യമായ അറിവോടും കൂടിയാണോ നിങ്ങൾ ഈ പണിക്ക് പോകുന്നത്? അപ്പൊ നമ്മൾ ഒരേ സ്വരത്തിൽ ഒരേ താളത്തിൽ പറയും, പൂർണ്ണമായ അറിവോടും കൃത്യമായ പഠനത്തോടും, അല്ലെ, വ്യക്തമായ പിന്നെ തന്നെ സമ്മതമാണ്, ഞാൻ കൃത്യം പറഞ്ഞത്, സമ്മതത്തോടും കൂടിയാണ് ഞാൻ സന്യാസ ജീവിതം തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പൊ പിതാവ് എന്ത് പറയും? കാരുണ്യവാനായ ദൈവം നിങ്ങളെ, എന്റെ ഉച്ചാരണം ഞാൻ പറയുന്നത് ഏകദേശം ഇങ്ങനെയൊക്കെ ആയിരിക്കും, കാരുണ്യവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിന്നെ അങ്ങോട്ട് തുടങ്ങുവാണ് നമ്മുടെ ജീവിതം. അവിടുന്ന് പിന്നെ എന്താണ്? മുടി വരുന്നു, തിരി വരുന്നു. നമ്മളിങ്ങനെ ചുമ്മാ നിന്നാ മതി, ഉടുപ്പൊക്കെ നമ്മുടെ മേത്തേക്ക് വീഴും. വെറുതെ നിന്നു കൊടുത്താൽ മതി. തലയിൽ ആദ്യം വെച്ചുകൊണ്ട് വന്ന കിരീടവും സാധനമൊക്കെ അതൊക്കെ വേറെ വഴിക്ക് പോകും. നെറ്റും മുടിയും സാധനങ്ങളൊക്കെ വേറെ വഴിക്ക് പോകും. പിന്നെ നമ്മൾ വെച്ചേക്കുന്ന തിരി ഇതെല്ലാം പോകും. പിന്നെ നമ്മളത് ഇങ്ങനെ വന്നങ്ങ് നിൽക്കും, നിന്നു കൊടുത്താൽ മതി. എല്ലാം ഇട്ട് റെഡിയാക്കി തന്നുവിടും. എന്തെങ്കിലും ഒരു പിന്നെ വീട്ടിൽ അവധിക്ക് വിടുന്നത് എപ്പോഴാ? ഒരാഴ്ച നിന്ന് അത്യാവശ്യം ഇതൊക്കെയെന്ന് കെട്ടാനും വെറുക്കാനും ഇതിനുമായിട്ട് നമ്മൾ നന്നായിട്ട് പരിചയപ്പെട്ടതിന് ശേഷമേ വീട്ടിലേക്ക് വിടും. അല്ലെങ്കിൽ നേരം വെളുത്ത് ഏറ്റു കഴിയുമ്പോൾ പകുതി സാധനങ്ങൾ അമ്മ എടുത്തുകൊണ്ട് തരേണ്ട വരും. ഇത് മോനെ ഇതും കൂടെ നിന്റെ കൂടെ ഉള്ളതല്ലേ എന്നൊക്കെ ചോദിച്ച് കൊണ്ടുതരേണ്ട വരാതിരിക്കാൻ ഒരാഴ്ച നിർത്തി വീട്ടുകാർ ചോദിക്കും, അയ്യോ കൊച്ചിനെ ഞങ്ങളുടെ കൂടെ വിട്ടേക്കാവോ? അങ്ങനെ വിട്ടാൽ ശരിയാകില്ലെന്നുള്ള കാര്യം നമുക്കറിയാം. എല്ലാം പഠിപ്പിച്ച് നമ്മളെ വിടും. ആദ്യത്തെ ദിവസം 1-2 ദിവസം മിസ്ട്രസ്സുമാർ വന്ന് നോക്കും ഇതൊക്കെ ശരിയാണോ എല്ലാം. പക്ഷേ പിന്നെ മുതൽ എന്താകും? നമ്മൾ തന്നെ ഇതൊക്കെ വേണ്ട വിധത്തിൽ ക്രമപ്പെടുത്തിയെടുക്കണം. ഇതാണ് സന്യാസം. പ്രിയപ്പെട്ട അനുജത്തിമാരെ, ഈ സന്യാസ ജീവിതത്തിന്റെ സൗന്ദര്യം നമ്മളുടെ കൂടി ഉത്തരവാദിത്വമാണ്. നമ്മൾ പറയൂ അവരുടെയൊക്കെ വിളി ഭയങ്കര വിളിയോട്ടോ, എന്തൊരു സ്ട്രോങ് വൊക്കേഷൻ അത്. നമ്മൾ പറയാറില്ലേ സാധാരണ ചിലരുടെ വൊക്കേഷൻ കേൾക്കുമ്പോൾ യൂ എന്തൊരു സ്ട്രോങ് വൊക്കേഷൻ ആണെന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, ഏലിയ പ്രവാചകനെ വിളിച്ച ദൈവം, ഏലീശ പ്രവാചകന് ഇരട്ടി ശക്തി കൊടുത്ത ദൈവം, ജെറമിയായും എസക്കിയേലിനെയും ദാനിയേലിനെയും വിളിച്ച് പ്രവാചക ദൗത്യം ഏർപ്പെടുത്തിയ അതേ ദൈവം തന്നെയാണ് മത്തായി ശ്ലീഹായെയും പിന്നെ പത്രോസിനെയും പൗലോസിനെയും ഇവരെ എല്ലാം വിളിച്ച് അതേ ക്രിസ്തുവിന്റെ സ്നേഹം തന്നെയാണ് എന്നെയും വിളിച്ചിരിക്കുന്നത്. അതല്ലാതെ നമ്മളാരും സ്ട്രോങ് വൊക്കേഷനും വീക്ക് വൊക്കേഷനും ഉണ്ടോ? ഇല്ല. നമ്മുടെ ഓരോരുത്തരുടെയും വൊക്കേഷന് ഒരു അനന്യതയുണ്ട്. അത് തിരിച്ചറിയണം. ആ സ്ട്രോങ് വൊക്കേഷനെ വീക്ക് വൊക്കേഷൻ ആക്കുന്നത് ആരാണ്? നമ്മള്. ജെറമിയ പതുക്കെ ഒന്ന്
നോക്കി, കർത്താവേ ഞാൻ ബാലനാകട്ടോ, എന്നോട് ഇതൊന്നും പറയരുത്. മോശ പതുക്കിയൊന്ന് നോക്കി, ഞാൻ വിക്കനാകട്ടോ, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റുകയില്ല. ഞാൻ അവിടെ ചെല്ലുന്ന വഴി ആൾക്കാരെ അടിക്കും. നീ ആര് പറഞ്ഞിട്ട് വന്നതാ? കോൺഫിഡൻസ് ഇല്ലാതെ നിൽക്കുമ്പോൾ തമ്പുരാൻ അവസാനം പറഞ്ഞു, എന്റെ പൊന്നെ, നിന്റെ കൂടെ ഞാൻ അഹറോനെ വിട്ടേക്കാം, പക്ഷേ അഹറോന് നീ ആർക്ക് തുല്യനാവുന്നാ പറഞ്ഞത്? ദൈവതുല്യനായിരിക്കും. അഹറോന് നീ ദൈവതുല്യനായിരിക്കും, എനിക്ക് സ്ഥാനപതിയായിട്ട്. ഞാൻ പറയാനുള്ളതെല്ലാം അവനെ പറഞ്ഞേൽപ്പിക്കുക, അത് അവൻ ചെയ്തോളും. ഇങ്ങനെ വരെ പറഞ്ഞ് വിളിച്ചവർക്ക് ശക്തി കൊടുക്കുന്ന ഒരു ദൈവമാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനെ സ്ട്രോങ് വൊക്കേഷൻ, വീക്ക് വൊക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മുടെ വൊക്കേഷന്റെ വില കളയരുത്. വിളിച്ചവന്റെ വില കളയുന്നത് വിളിക്കപ്പെട്ടവരാണ്. നമ്മളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വ കുറവുകൊണ്ട്, വിശ്വസ്തത കുറവുകൊണ്ട്, തോന്നിയപടിയുള്ള നടപ്പുകൊണ്ട്, വ്രതബദ്ധ ജീവിതത്തോടുള്ള ഒരു വില കൊടുക്കായിക കൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മളുടെ വൊക്കേഷൻ വില കുറഞ്ഞതാക്കി മാറ്റുന്നത്. അതിനെ പിന്നെ നമ്മൾ മീഡിയയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റിത്തിരിഞ്ഞ് നടക്കുന്നവർ അതും ഇതും വിളിച്ചു പറയുമ്പോൾ എന്തിനാണ് നമ്മുടെ ആത്മവിശ്വാസം കളയുന്നത്? മോഹൻലാലിന്റെ ഒരു പരസ്യമുണ്ട്, ഉയരം കൂടുന്തോറും കറക്റ്റാ, ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദേറും. കണ്ണൻദേവന്റെ ആന്ന് തോന്നുന്നു. അതെ, അവളൊരു പറഞ്ഞു കണ്ണൻദേവന്റെ ആന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ മീഡിയ ആൾക്കാരുടെ ഒരു ഗുണമാണ്. അതാണ് കണ്ണൻദേവൻ ടീയുടെ പരസ്യത്തിൽ മോഹൻലാൽ പറയുന്നതാണ്, ഉയരം കൂടുന്തോറും ചായയ്ക്ക് സ്വാദ് കൂടും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയും, വിമർശനങ്ങൾ കൂടട്ടെ, നമുക്കെതിരെയുള്ള പുസ്തകങ്ങൾ കൂടട്ടെ, നമുക്കെതിരെയുള്ള വൃത്തികേടുകൾ പറഞ്ഞുകൂടട്ടെ, നൈറ്റിധാരികളെന്നും പിന്നെ എന്താണ് പർദ്ദധാരികളെന്നും ഒക്കെ നമ്മളെ വിളിച്ച് ഒന്നിനും കൊള്ളാത്തവര്, പ്രസവിക്കാൻ കൊള്ളാത്തവര്, മാതൃത്വമില്ലാത്തവര്, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവരെന്നൊക്കെ നമ്മളെ കുറിച്ച് പറയട്ടെ. അപ്പൊ എന്താകും? സ്വാദ് കൂടും. എന്നെ പ്രതി മനുഷ്യർ ഇവനെ പ്രതിയാണോ? ആയിരിക്കണം. അവിടെയാണ് ഇവനെ പ്രതി ആയിരിക്കണം. അല്ലാതെ നമ്മൾ ചുമ്മാ തേരാപാര നടന്നിട്ട് ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് വൃത്തികേട് കാണിച്ച്, ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് മദറിന്റെ നേരെ നോക്കി എനിക്ക് സൗകര്യമില്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ മറ്റേതോ മറിച്ചത്, ഇതെല്ലാം പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് ആയിരിക്കരുത് ഇത് പറയുന്നത്. അതാണ് കയ്യിലിരിപ്പ് കറക്റ്റ് ആണോ എന്ന് നമ്മൾ അന്വേഷിക്കണം. പ്രഭാഷകന്റെ പുസ്തകത്തിലൊരു വചനമുണ്ട്, ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റും എരിഞ്ഞ കറക്റ്റ് കുറച്ചു പേർക്കറിയാം, അഗ്നിയിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൊളുത്താതെ നമുക്കെതിരെ അഗ്നി ഉയരണം. നമ്മൾ കൊളുത്താതെ നമുക്കെതിരെ അഗ്നി ഉയർന്നാലേ വിശുദ്ധരുണ്ടാകും. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ അൽഫോൻസാമ കൊണ്ട് പതുക്കെ സ്റ്റോപ്പായി പോയേക്കുവാണ്. അൽഫോൻസാമ കൊളുത്താതെ അൽഫോൻസാമയ്ക്ക് ചുറ്റും എരിഞ്ഞ അഗ്നിയിൽ നിന്നാണ് വിശുദ്ധിയുടെ സ്ഫുലിംഗങ്ങൾ ഉണ്ടായത്. അതുകൊണ്ട് സഹനങ്ങളെ ധൈര്യപൂർവ്വം സ്വീകരിക്കുവാനുള്ള ഒരു ആത്മവിശ്വാസവും ഉറപ്പും നമുക്കുണ്ടാകണമെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുക. ആദ്യത്തെ സാധനം, വിളിച്ചവൻ നോക്കിക്കൊള്ളും എന്നുള്ള ഉറപ്പ്. നമ്മളെ ആരും നന്നായിട്ട് പറയണ്ട, നമുക്ക് ആർക്കും സപ്പോർട്ട് തരണ്ട, നമ്മളെ ആരും ഇങ്ങനെ എന്താണ് വാഴ്ത്തുപാട്ടുകൾ പാടി നമ്മളെ ആരും വലിയ കാര്യമായിട്ട് ഒന്നും എടുത്തു വെക്കണ്ട. ഒരു 10 വർഷം മുമ്പ് നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ വളരെ നിശബ്ദമായിട്ട് ചെയ്ത്, അറിയാവുന്ന കുരിശും വരച്ച് സന്യാസം ജീവിച്ച് സ്വസ്ഥമായി സമാധാനമായി നിന്നിടത്ത് നിന്ന് ഈ മീഡിയയുടെ അതിപ്രസരണം വന്നതോടുകൂടി ചെറിയ ചെറിയ ചില കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിച്ച് അതുപോലെ തന്നെ മറ്റൊരു ട്രെൻഡ് രൂപപ്പെട്ടു. എവിടെയെങ്കിലും ഒരു പുരോഹിതന്റെയോ ഒരു സന്യാസിനിയുടെയോ വസ്ത്രം തിരികെ കയറ്റി ആരെങ്കിലും ഒരാൾ ഒരു സിനിമയിൽ ഉണ്ടെങ്കിൽ ആ സിനിമ ശ്രദ്ധിക്കപ്പെടും. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു റീല്, സിനിമയുടെ പേരൊന്നും പറഞ്ഞ് വെറുതെ പ്രൊമോഷൻ കൊടുക്കുന്നില്ല, ഒരു റീല് കണ്ടു. എനിക്കറിയാം കൃത്യമായിട്ട് അത് ഏത് സിനിമയ്ക്കകത്തെയാണ്. ഈ റീലിനകത്ത് എങ്ങനെയാണ്, ഞാൻ ഞെട്ടിപ്പോയി. അവിഹിതത്തിനായി ലോഡ്ജിൽ മുറിയെടുക്കുന്ന കാമുകനും സന്യാസിനിയും എന്ന് പറഞ്ഞാണ്. എന്നിട്ട് അപ്പൊ ആ റീൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു സന്യാസിനി ഒരുത്തന്റെ പുറകെ ബൈക്കിൽ പുറകെ പോകുന്നു. അപ്പൊ ഇങ്ങനെ ആൾക്കാരെല്ലാം നോക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ എന്ന് ചോദിച്ച പോലെ, ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മുറിയെടുക്കാം. അപ്പൊ ഇത് വേറൊന്നും ഇല്ലട്ടോ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയത്തില്ല, ഇതിന്റെ സിനിമയുടെ എൻഡിങ് എന്താണെന്നറിയത്തില്ല. ഇത് ആദ്യം കാണുന്ന ഒരു വ്യക്തിയുടെ ഫീലോട് കൂടിയാണ് ഞാൻ കാണുന്നതും മറ്റുള്ളവർ കാണുന്നതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ആ ക്യാപ്ഷൻ അങ്ങനെ ഇട്ടിരിക്കുന്നത്. കുറെ പേര് കണ്ടു കഴിഞ്ഞു. അതിന്റെ അടിയിൽ കുറെ പേര് തെറി വിളിച്ചിട്ടുണ്ട്. കുറെ പേര് പിന്നെ സന്യാസത്തെ കുറിച്ച് അവർക്ക് പറയാൻ മുട്ടിയിരുന്നതും കൂടെ അതിന്റെ അടിയിൽ കൊണ്ട് ചേർത്ത് വെച്ചിട്ടുണ്ട്.
അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ പോകുന്നു. അവസാനം ഇവളുടെ അപ്പനും അവന്റെ അപ്പനും കൂടെ വരുന്നു. നീ നാട്ടുകാരെ നാണം കെടുത്താൻ ഇറങ്ങിയേക്കുവാണോടി എന്ന് ചോദിച്ചുകൊണ്ട് റോഡിലിട്ട് കന്യാസ്ത്രീയെ തല്ലുന്നു, അവനെ തല്ലുന്നു. പിടിക്കാൻ ചെന്നപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ പറയുന്നു, ഇവൻ ഇവളെ കെട്ടിച്ചു കൊടുക്കും മനുഷ്യ, അപ്പോഴേ അതിന്റെ അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ തീർന്നു പോകുന്നു. ഇത് കാണുന്ന ഒരു സാധാരണ മനുഷ്യന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ആദ്യം ഓർത്തടാ ഇതൊന്ന് എഴുതിയാലോ, ഫേസ്ബുക്കിൽ എഴുതിയാലോ എന്നൊക്കെ ഞാൻ ഓർത്തു. പിന്നെ ഒരെണ്ണം കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട്, ഒരെണ്ണം അങ്ങ് കഴിഞ്ഞ് 2 ദിവസം ആയതുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനി വേണ്ട എന്ന് ഞാൻ ഓർത്തു. ഞാൻ പിന്നെ ഓർത്ത് എന്തിനാ പ്രതികരിക്കാൻ പോകുന്നത്? ഇതൊക്കെ നമുക്ക് ഊർജം കൂട്ടണം. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം നമ്മുടെ അറിവും സമ്മതവും നമ്മുടെ പങ്കാളിത്തവും ഇല്ലാതെ ഒരു സമർപ്പിതയെ സമൂഹ മധ്യത്തിൽ അടച്ചാക്ഷേപിക്കുന്നുണ്ടോ, സമൂഹ മധ്യത്തിൽ നമുക്ക് നിന്ദനമേൽക്കേണ്ടി വരുന്നുണ്ടോ, അത്രയധികം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം വിശുദ്ധീകരിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അനുസരണത്തിന്റെ സുഖം എന്താണെന്ന്, സ്വാതന്ത്ര്യം എന്താണെന്ന് നമ്മൾ അനുഭവിക്കണം. നമുക്ക് ചിലപ്പോൾ തോന്നും ഇത് ഈ നമ്മുടെ പദ്ധതി നമ്മളിങ്ങനെ എന്താണ് ഈ കാര്യസ്ഥത മുതലാളിത്തമായി മാറുമ്പോഴാണ് നമുക്ക് അനുസരണ ബുദ്ധിമുട്ടാകുന്നത്. വിളിച്ചവൻ അവനാണെങ്കിൽ ബാക്കി അവൻ പറയുന്നത് പോലെ ചെയ്യണം. ഇപ്പൊ ഇവിടെ എന്നെ വിളിച്ചുകൊണ്ട് വന്നത് ഇതിന്റെ സംഘാടക സമിതിയാണെങ്കിൽ ഇവരാവശ്യപ്പെടുന്നത് വേണം ഞാൻ ഇവർക്ക് കൊടുക്കാൻ. ആണോ അല്ലയോ? നിങ്ങളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നു, ഞാനിപ്പോൾ എൻ്റെ ഇത് നമ്മുടെ കുടുംബ കൂട്ടായ്മയുടെ ഒരു മീറ്റിങ്ങിന് 100-400 അമ്മമാർക്ക് ഒരു ക്ലാസ് ഒരുങ്ങിയത്. എന്നാൽ പിന്നെ അത് അവിടെ അങ്ങ് പറഞ്ഞേക്കാം. പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. സമർപ്പിത സംഗമത്തിന് ഏതൊരു വിഷയം തന്നോ ആ വിഷയത്തോട് ഞാൻ നീതി പുലർത്തണം. അതില്ലെങ്കിൽ ഇറങ്ങി വരുമ്പം അല്ലെങ്കിൽ പകുതിയാകുമ്പോൾ എന്നെ വലിച്ചിറക്കി വിടും. ഇതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾ തന്നെ പറയും. സിസ്റ്ററിന്റെ കിളി പോയെന്നാ തോന്നുന്നേ, അതുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, അച്ഛാ ഇറക്കി വിടാവോ എന്ന് ചോദിക്കും. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സന്യാസ സമൂഹത്തിന്റെ ഒരു നിയമാവലിയും. പിന്നെ എന്തൊക്കെയാണ്? വെസ്റ്റീഷന്റെ സമയത്ത് പിതാവ് നമുക്ക് തരുന്ന സമ്മാനം എന്തൊക്കെയാണ്? ഉടുപ്പാദ്യം തരും, പിന്നെ തിരിയും മുടിയും തരും, പിന്നെ എന്താ പോകാൻ നേരത്ത് വേറൊരു 2-3 സാധനങ്ങളും കൂടെ തരും. എന്നാ തരുന്നത്? ആ വിശുദ്ധ ഗ്രന്ഥം, നിയമാവലി, യാമപ്രാർത്ഥന. ഈ 3 സാധനങ്ങൾ നമ്മുടെ കയ്യിൽ തന്നുവിടുന്നത് എന്തുകൊണ്ടാ? മഠത്തിലില്ലാഞ്ഞിട്ടാണോ? മഠത്തിൽ പ്രൗൻശാളം പറയും, പിതാവേ അതും കൂടെ കൊടുത്തു വിടണം കേട്ടോ, ഇവിടെ ഇച്ചിരി കുറവാ, അതുകൊണ്ടാണോ? അല്ല. ഈ വ്രതജീവിതം എന്ന് ഞാൻ ആരംഭിക്കുന്നുവോ അന്നു മുതൽ വിശുദ്ധ ഗ്രന്ഥം അനുസരിക്കാനും എന്റെ സന്യാസ സമൂഹത്തിന്റെ നിയമാവലി അനുസരിക്കാനും എന്റെ ഈ സമൂഹ ജീവിതത്തെ, സന്യാസ ജീവിതത്തെ അതിന്റെ ഒരു ക്രമവും ഗുണവും നൽകുന്ന യാമപ്രാർത്ഥനകൾ ചൊല്ലുവാനും ഞാൻ അതിനാൽ തന്നെ കടപ്പെട്ടവളാണ്. നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടോ? ഒരു ദിവസം യാമപ്രാർത്ഥന മുടക്കിയാൽ അതൊരു കടമാകുമെന്ന് നമുക്കൊരു ചിന്തയുണ്ടോ? ഉണ്ടോ? ഉണ്ടാകണം. മുമ്പിലിരിക്കുന്നവർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ സൈഡില് നമ്മുടെ ജൂനിയേഴ്സ്, ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പ് ഈ 40-നും 50-നും ഇടയ്ക്കുള്ളവരെ കൊണ്ട് വലിയ ശല്യം എന്നാണ് സാധാരണ പ്രൊവിൻഷ്യാളമ്മമാർ പറയാതെ. ഞാൻ 40 ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. നമുക്ക് ശല്യം ഉണ്ടാക്കാതെ നിൽക്കണം. ഈ 40-നും 50-നും ഇടയ്ക്കുള്ളവരെന്ന് കൈപൊക്കാവോ? ഞാൻ സഹിതം 40-നും 50-നും ഇടയ്ക്കുള്ളവര്. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ പറയാം, സന്യാസ സമൂഹത്തെ ജീവനുള്ളതാക്കി സൂക്ഷിക്കേണ്ടത് ആരാണ്? ഇച്ചിരി പുളിക്കും. ഇവിടെ ഇരിക്കുന്ന 70-കാരും 60-കാരും പറയും അത് ഞങ്ങളാ. അപ്പൊ ഇവിടെ ഇരിക്കുന്ന കൊച്ചുങ്ങൾ പറയും, പള്ളിയിൽ പോയി പറഞ്ഞാ മതി, അത് ഞങ്ങളാ. ഞാൻ പറയും, ഈ 40, 50, 60-ന് ഇടയിലുള്ള സഹോദരിമാരെ നോക്കിയാണ് ജൂനിയേഴ്സ് സന്യാസം ജീവിക്കാൻ പഠിക്കുന്നത് എന്ന് ഞാൻ പറയാത്തതാണ്, പഠിക്കേണ്ടത്. ഇനി ഈ 40-നും 60-നും വയസ്സുള്ള ഇടയ്ക്കുള്ള സഹോദരിമാരാണ് അതിനുശേഷമുള്ളവരെ ചേർത്തു പിടിച്ച് സന്യാസ സമൂഹത്തിന് ഉപ്പും ഉണർവും ജീവനും ആയി നിന്നവരുടെ അധ്വാനത്തെയും അവരുടെ കഷ്ടപ്പാടിനെയും ഒക്കെ വിലമതിച്ച് അവർക്ക് വില കൊടുക്കേണ്ടതും അവരെ സ്നേഹിച്ച് കൂടെ നിർത്തേണ്ടതും ആരാണ്? ഇനി അതുപോലെ തന്നെ നമ്മളുടെ റണ്ണിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ആരാണ്? എന്ന് വെച്ചാൽ അതിനർത്ഥം ബാക്കിയുള്ളവർ പയർമണി പോലെ നിൽക്കുന്നില്ല എന്നല്ല. അതിനർത്ഥം ഈ സന്യാസ ജീവിതത്തിന്, ഇപ്പൊ എന്നോടൊരു അച്ഛൻ പറഞ്ഞു തരാം, ഒരു കുമ്പസാരത്തിന്റെ സമയത്ത് പറഞ്ഞത് ഓർക്കുന്നുണ്ട്, ഒരു പ്രായം വരെ ഉള്ളവര് സന്യാസത്തിന്റെ പടികളിലേക്ക് കയറി വരുന്നവരാണ്. ഒരു പ്രായം കഴിഞ്ഞവര് ആ പടികളിൽ ജീവിച്ചിട്ട് പതുക്കെ ഇറങ്ങുന്നവരെന്ന് പറഞ്ഞാൽ വിശ്രമ ജീവിതത്തിലേക്ക്, നമുക്ക് വിശ്രമം ഇല്ല എന്നുള്ളത് വേറെ കാര്യം, എന്നാലും ആ ഒരു വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. അതിനിടയിൽ ഒരു ഗ്രൂപ്പുണ്ട്, അങ്ങനെ
സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഞാൻ പറയും, അതാ പറഞ്ഞത് 40-50 ഞാനങ്ങ് പിൻവലിച്ചേക്കുവാ കേട്ടോ. കാരണം 21 വയസ്സിലായിരിക്കുമല്ലോ ഏകദേശം നമ്മളൊക്കെ ഉടുപ്പിട്ടത്. ഞാൻ ഉടുപ്പിട്ടത് 21 വയസ്സിലാണ്. 21 വയസ്സിൽ ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം 3 വ്രതങ്ങളിലൂടെ ഞാനൊരു സന്യാസ സമൂഹത്തിന്റെ ഭാഗമായി തീർന്ന് എന്റെ തമ്പുരാന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്ന ആ നിമിഷം മുതൽ അവസാന ശ്വാസം എന്നിൽ നിന്ന് അതെടുക്കപ്പെടുന്ന നിമിഷം വരെ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് എന്റെ സന്യാസ സമൂഹത്തിന് വേണ്ടി ചോരയും നീരും ഒഴുക്കുവാൻ. ഇവിടെ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഇത്തിൽക്കണ്ണി അറിയാവോ നിങ്ങൾക്ക്? ഇത്തിൽക്കണ്ണി അറിയാം, എല്ലാവർക്കും അറിയാം. ഇത്തിൽക്കണ്ണിയുടെ പ്രത്യേകത എന്താ? ഇത്തിൽക്കണ്ണിയുടെ പ്രത്യേകത എന്താ? എല്ലാരും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. എന്നുവെച്ചാ എന്താ? ഇങ്ങോട്ട് വലിച്ചെടുക്കും. എന്ത് വലിച്ചെടുക്കും? എവിടെ കയറി പറ്റിപ്പിടിച്ചിരിക്കുന്നോ അതിൽ നിന്ന് വെള്ളവും വളവും വേണ്ടതെല്ലാം വലിച്ചെടുക്കും. ഈ അഭയം കൊടുത്ത മരത്തിന്റെ സ്ഥിതി എന്താകും? ഉണങ്ങിപ്പോകും. പ്രിയപ്പെട്ട സഹോദരിമാരെ, സന്യാസ ജീവിതത്തിൽ, എന്റെ സന്യാസ സമൂഹത്തിൽ ഞാനൊരു ഇത്തിൽ കണ്ണിയായി മാറുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇവിടെ വ്രതം കഴിഞ്ഞിട്ട് 1 വർഷമായവരെന്ന് കൈപൊക്കാവോ? വെസ്റ്റിഷൻ കഴിഞ്ഞിട്ട് 1 വർഷമായവര്? 2? അതെ, 1 വർഷമായവരുണ്ട്. 2, 3, ഓക്കെ. പിന്നെ ഇങ്ങോട്ട് പോകട്ടെ. 1 വർഷം മുതൽ ഇവിടെ 50 വർഷവും 25 വർഷവും സന്യാസം ജീവിച്ച നിങ്ങളോട്, നമ്മൾ ഓരോരുത്തരോടെ, ഞാൻ 20 വർഷമായി വ്രതം ചെയ്തിട്ട്, നമ്മൾ ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്, എന്റെ സന്യാസ സമൂഹത്തിന് ഞാനൊരു ഇത്തിൽ കണ്ണിയാണോ? അതോ അൽഫോൻസാമ്മയുടെ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, കർത്താവേ നീയാകുന്ന വാഴച്ചുവട്ടിലെ വട്ടയിലയും വെട്ടിയിലയുമാക്കി എന്നെ മാറ്റണമേ. വട്ടയിലയുടെയും വെട്ടിയിലയുടെയും പ്രത്യേകത അൽഫോൻസാമ്മ, കർത്താവേ നീയാകുന്ന വാഴച്ചുവട്ടിൽ ഒരു ഇത്തിൽ കണ്ണിയാക്കി എന്നെ മാറ്റണമേ. പ്രാർത്ഥിച്ചോ? അൽഫോൻസാമ്മയ്ക്ക് ബോധം ഉണ്ടായിരുന്നു. ഈ വട്ടയിലയുടെയും വെട്ടിയിലയുടെയും ഗുണം എന്നാ? അതവിടെ ചീഞ്ഞ് വളമായി മാറും. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളുടെ സന്യാസ സമർപ്പണത്തിന് അർത്ഥമുണ്ടാകുന്നത് എന്തു ഞാൻ ഉപേക്ഷിച്ചു എന്നുള്ളതിലല്ല. ഇത്രയധികം സാധനങ്ങൾ, കാര്യങ്ങൾ ഞാൻ ഉപേക്ഷിച്ചെങ്കിൽ ആ ഉപേക്ഷിച്ചതിനേക്കാൾ അധികമായി മറ്റെന്തെങ്കിലും ഒന്ന് ഞാൻ സ്വീകരിക്കുന്നതാണ് എനിക്ക് ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. നമ്മളെല്ലാവരും ഉപേക്ഷയെ കുറിച്ച് സംസാരിക്കും. ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ ഇങ്ങനെ ചെയ്തു, അത് ഉപേക്ഷിച്ചു, ISROയിലെ ജോലി ഉപേക്ഷിച്ചു, റാങ്ക് കിട്ടിയത് ഉപേക്ഷിച്ചു. ഇതൊന്നുമല്ല. നമ്മൾ ഇങ്ങോട്ട് സ്വീകരിച്ച ആ ഗുണം, കൃപ കിട്ടിയത് ഓർത്താൽ ഈ ഉപേക്ഷിച്ചതൊന്നും കിട്ടിയതിന് പകരമാവില്ല. ഉപേക്ഷിച്ചതൊന്നും നമുക്ക് കിട്ടിയതിന് പകരമാകുന്നില്ല എന്നുള്ള ഓർമ്മ നമ്മളെ കൂടുതൽ വിനീതരാക്കും. ഞാൻ അത്രയും വലിയ വീട്ടിൽ നിന്ന് വന്നതല്ലേ, എനിക്കെന്നോ ഇങ്ങനെ തന്നാല് പിന്നെ ഇപ്പൊ എന്താണ് ഇതൊന്നും പറയാൻ കൊള്ളില്ല. എന്നാ പോലും ഞാൻ ഇത്ര ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്നതല്ലേ, ഇത്ര 1000 രൂപ മാസാമാസം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുതരുന്നില്ലേ, പിന്നെ അങ്ങനെ തന്നാലെന്നാ, ഇങ്ങനെ തന്നാലെന്നാ, എന്നെ അങ്ങോട്ട് വിട്ടാലെന്നാ? ഇതൊന്നൊന്നുമല്ല. ഇനിയിപ്പൊ ഇത് കഴിഞ്ഞാഴ്ച ഞാൻ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ചു, കിടന്നു, അബോധാവസ്ഥയിൽ കിടന്നാൽ ഈ മാസാമാസം കൊണ്ടു കൊടുക്കുന്ന ശമ്പളത്തെക്കാൾ അധികം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആരും കൊടുത്തതിന് കണക്ക് പറയരുത്. വ്രതബദ്ധ ജീവിതത്തിൽ ഇന്ന് സന്യാസ സമൂഹത്തിൽ, സന്യാസ സമർപ്പണത്തിൽ വെല്ലുവിളി ഉണ്ടെങ്കിൽ, സമർപ്പണ ജീവിതത്തിൽ, വ്രതബദ്ധ ജീവിതത്തിന് 2ാം ഭാഗത്തെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ വെല്ലുവിളി കൊടുത്തതിന് കണക്ക് പറയുന്ന സമർപ്പിതരാണ്. കൊടുത്തതിന് കണക്ക് എന്ന് പറയുന്നോ അന്നു മുതൽ കിട്ടുന്നതിന്റെ വില നമുക്ക് ബോധമില്ലാതാകും. വിലയെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ, ദൈവം എന്നോട് ക്ഷമിക്കുന്നതോർത്താൽ, ദൈവം എനിക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ തരുന്നതോർത്താൽ നമുക്കിതൊന്നും പോരാ എന്ന് വരും. വയലിൽ വലിയ നിധി കണ്ടെത്തിയവൻ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ച് വയലിലെ ആ നിധി സ്വന്തമാക്കുന്നു. പിന്നെ അവൻ ഉപേക്ഷിച്ചതിന്റെ പിന്നാലെ പോവോ? പക്ഷെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു 10 വർഷം കഴിഞ്ഞാലും 20 വർഷം കഴിഞ്ഞാലും നമ്മൾ ഇങ്ങനെ ഈജിപ്തിൽ ഇട്ടിട്ട് പോകുന്ന ഇറച്ചിച്ചട്ടികളുടെ പിന്നാലെയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകും, നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ നമ്മൾ പെട്ടെന്ന് എങ്ങോട്ടാ പോകുന്നത്? എന്റെ ദൈവമേ, വീട്ടിലായിരുന്നെങ്കിൽ അങ്ങനെ, വീട്ടിലായിരുന്നെങ്കിൽ ഇങ്ങനെ, ഒരു പനി വന്ന് കിടന്നു, വീട്ടില് കൊറോണ വന്ന് കിടക്കുമ്പോഴും മദർ അടുത്ത് വന്ന് കട്ടിലേ വന്നിരുന്ന് ശുശ്രൂഷിച്ചില്ല, വീട്ടിലായിരുന്നെങ്കിൽ അങ്ങനെ. നാണോ ഇല്ലേ നമുക്ക് പറയാൻ? നാണം ഉണ്ടോ ഇല്ലയോ? ഇവിടെ ഇരിക്കുന്ന നാണം ഉള്ളവരൊന്ന് കൈ പൊക്കാവോ?
എല്ലാവർക്കും നാണമുണ്ട്. നമ്മുടെ ചേച്ചിമാർക്കും നാണമുണ്ട്. അതുകൊണ്ട് ഇന്നു മുതൽ എന്റെ വീട്ടിലായിരുന്നപ്പോ മനുഷ്യ നിങ്ങളുടെ കൂടെ കൂടിയേ പിന്നെയാണ് എന്റെ ഈ ദുരിതം എന്ന് ഇനി പറയരുത്. ഇത് തന്നെയാണ് സമർപ്പിതര് പറയുന്നതും. തമ്പുരാനെ പറഞ്ഞു, കുറച്ചുപേര് പറയും തമ്പുരാനെ നിന്റെ കൂടെ കൂടിയത് കൊണ്ടാണ് എനിക്ക് ദുരിതമെന്ന് നാണമുള്ള ആരും പറയരുത്. നമുക്ക് ഉപേക്ഷിച്ചതിനെ കുറിച്ചുള്ള ബോധമാണ് നമുക്ക് കിട്ടിയതിനെ കുറിച്ചുള്ള ബോധത്തെക്കാളും കൂടുതലായിട്ട് നമുക്ക് നിൽക്കുന്നത്. എന്നെങ്കിലും മറിയത്തിന്റെ സ്തോത്രഗീതം പോലെ ഒരു സ്തോത്രഗീതം എഴുതി ഉണ്ടാക്കിയിട്ടുള്ളവരെന്ന കൈപൊക്കിക്കുകയും ഇതെന്ത് കൃതിയാണിത്? കൊള്ളാം. പിതാവ് ഇടുക്കി രൂപതയിലെ എല്ലാ സമർപ്പിതർക്കും നല്ലൊരു അഭിനന്ദനം. കാരണം ഈ സ്തോത്രഗീതം, മറിയത്തിന്റെ സ്തോത്രഗീതം പോലെ, മറിയ എപ്പോഴാ സ്തോത്രഗീതം ആലപിച്ചത്? അതിനെക്കുറിച്ച് പറഞ്ഞ വലിയ തമാശ. നമുക്ക് പിന്നെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സന്യാസ സമൂഹത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിട്ട് സ്തോത്രഗീതം വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറിയം മുമ്പോട്ട് നോക്കിയപ്പോൾ മൊത്തം അനിശ്ചിതത്വത്തിന്റെ നടുവിൽ നിന്നിട്ടാണ് അവൾ എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാശിച്ചു, ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. പ്രിയപ്പെട്ടവരെ, എല്ലാ തലമുറകളും ഭാഗ്യവതികൾ എന്ന് വിളിക്കപ്പെടാനുള്ള ഒരു ജീവിതമാണ് നമ്മൾ സമർപ്പിതരുടേത്. ഇവിടെയാണ് നമ്മളുടെ ഒരു പിറുപിറുപ്പ്. ഞാനോ വന്നു, എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇനി ഒരെണ്ണത്തിനെ അത് പിറുപിറുക്കുന്നുള്ളൂ, ഇങ്ങോട്ടൊന്നും വരുന്നില്ല. എനിക്ക് മനസ്സിലായി പിറുപിറുപ്പ് എന്താന്ന്. ഇവിടെയാണ് സകല തലമുറകളും നമ്മളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്ന ഒരു വിളിയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് എന്ന് എനിക്കൊരു ബോധ്യമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മളിങ്ങനെ പിറുപിറുക്കുന്നത്? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഈ വാഴത്തോപ്പ്, നമ്മളുടെ ഇടുക്കി രൂപതയില് 32 കോൺഗ്രിഗേഷൻസ് ഉണ്ടെങ്കിൽ ഇന്ന് ദൈവവിളി ഞങ്ങൾക്ക് സമൃദ്ധമാണ് എന്ന് പറയുന്ന കോൺഗ്രിഗേഷൻസ് ഒന്ന് കൈവെക്കാവോ? എസ് ഡിക്കില്ല, ഞാൻ കൈതാത്തിയിട്ടു. എസ് ഡിക്ക് സമൃദ്ധമല്ല. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയേ, ആരെങ്കിലും കൈയിന്റെ ഇടയ്ക്ക് പൊങ്ങിയിട്ടുണ്ടോന്ന് അറിയാലോ. നോക്കിക്കേ, ഒരു കൈ പോലും പൊങ്ങിയിട്ടില്ല. ഇവിടെയാണ് അഭിവന്യ പിതാവ് പറഞ്ഞൊരു കാര്യം, ക്രിസ്തുവിനെ അനുകരിക്കാനുള്ള തിടുക്കത്തിലായിരുന്നു നമ്മൾ, ക്രിസ്തുവായി മാറുന്നില്ല. സഭയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു, സഭയിലേക്ക് മനുഷ്യരെ ആകർഷിക്കേണ്ടത് മറ്റു വാഗ്ദാനങ്ങൾ കൊണ്ടല്ല, ജീവിത സാക്ഷ്യം കൊണ്ടാണ്. നമ്മളുടെ ജീവിത സാക്ഷ്യം എന്താണ്? ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്കവരുടെയും മുഖത്ത് നോക്കിയാൽ ആ ജീവിത സാക്ഷ്യം കാണാം. എന്താണ്? സന്തോഷം. സമർപ്പിതരുള്ളിടത്ത് കുറ്റം പറച്ചിലുണ്ട്, ആണോ? സമർപ്പിതരുള്ളിടത്ത് പരദൂഷണമുണ്ട്, സമർപ്പിതരുള്ളിടത്ത് അതൃപ്തിയുണ്ട്. ഞാൻ പറഞ്ഞപ്പോഴല്ല നിങ്ങൾ ആനന്ദം 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 എന്നാണ് പറഞ്ഞത്. കാര്യം മനസ്സിലായി? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇത് തിരുത്തി പറയിപ്പിക്കാൻ ഇന്ന് നമ്മൾ ആർക്കും ഇട കൊടുക്കാതിരിക്കട്ടെ. അപ്പോൾ ഈ ബ്രഹ്മചര്യ വ്രതത്തെ കുറിച്ചും കൂടെ എനിക്കൊന്ന് പറയേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം ഈ ബ്രഹ്മചര്യ വ്രതത്തിൽ തട്ടിയാണ് ഇന്ന് അനുസരണത്തെക്കാൾ അധികം. അനുസരണ വ്രതത്തിന് ഒരു വീഴ്ച വന്നാൽ അത് നമ്മളുടെ സുപ്പീരിയേഴ്സ് അത്യാവശ്യം പൊറുക്കുമെങ്കിലും ഈ ബ്രഹ്മചര്യ വ്രതത്തിൽ സാമാന്യ നല്ലൊരു വീഴ്ച വന്നാൽ അത് ആര് പൊറുത്താലും വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ ബ്രഹ്മചര്യ വ്രതത്തെ നമ്മളിങ്ങനെ എന്തോ കെട്ടിപ്പൂട്ടി വെച്ച് എന്റെ ബ്രഹ്മചര്യം സൂക്ഷിച്ചു വെക്കേണ്ട എന്തോ ഒന്നായി നമ്മൾ തെറ്റിദ്ധരിച്ചു പോയതുകൊണ്ടാണ് ബ്രഹ്മചര്യത്തിന്റെ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കാത്തത്. നമ്മൾ പലപ്പോഴും പറയാം, അയ്യോ പിള്ളേരല്ലേ അങ്ങനെ വിടാമോ? ബ്രഹ്മചര്യം ബ്രഹ്മചര്യം ബ്രഹ്മചര്യം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ബ്രഹ്മചര്യം നമ്മളെ ഒരു വിധത്തിലും എന്താണ് ഒതുക്കി നിർത്തുന്നില്ല. ഈ ബ്രഹ്മചര്യ വ്രതം നമ്മളെ എങ്ങനെയാണ് മനോഹരമായിട്ട് നമ്മളെ കൂടുതൽ സ്വതന്ത്രരാക്കുന്നത് എന്നുള്ളത് വളരെ മനോഹരമായിട്ട് പ്രതിപാദിപ്പിച്ചിട്ടുണ്ട്. 54 ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം നമുക്കിങ്ങനെ വായിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് തുള്ളാൻ തോന്നുന്ന ഒരു തിരുവചന ഭാഗമാണത്. എന്താണ്? ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ ആർത്തുപാടുക. പിന്നെന്താണ്? പിന്നെ ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. ഏകാകിനിയുടെ മക്കളാണ് ഭർതൃമതിയുടെ മക്കളെക്കാൾ അധികം
ഇവിടെ മുതലാണ്. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശ്ശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. നമ്മൾ ആദ്യത്തെ 3 കാര്യങ്ങൾ ചെയ്യും. എന്താണ്? നമ്മുടെ കൂടാരം നമ്മൾ വിസ്തൃതമാക്കും, നമ്മൾ തിരശ്ശീല അങ്ങോട്ട് വിരിക്കും, കയറുകൾ നമ്മള് എന്താണ് ആവുന്നത്ര അയച്ച് നീളം കൂട്ടും. വിടുന്നോടത്തൂടെ എല്ലാം നമ്മൾ പോകും. പറയുന്നത് മുഴുവൻ നമ്മൾ ചെയ്യും, അതിലപ്പുറവും നമ്മൾ ചെയ്യും. ഉള്ള സമയത്തേക്കാൾ അധികം നമ്മള് ജോലി ചെയ്യും. ദൈവരാജ്യത്തെ കുറിച്ചുള്ള തീഷ്ണത കൊണ്ട് ഏലിയാ പ്രവാചകൻ പറഞ്ഞ പോലെ എന്താണ്? ഞാനിവിടെ തീഷ്ണത കൊണ്ട് ജ്വലിച്ച് കത്തി ചാമ്പലാകും നമ്മള്. പക്ഷേ ഒരു പ്രശ്നം പറ്റും. കുറെ അങ്ങ് ഓടിക്കഴിയുമ്പം പതുക്കെ തട്ടി നിന്നു പോകാനുള്ള ഏക കാരണം അവസാനത്തെ സെന്റൻസ് എന്താണ്? കുറ്റികൾ ഉറപ്പിക്കണം. ബ്രഹ്മചര്യ വ്രതത്തിൽ ഒരു സന്യാസിനിക്ക്, അതിവിടെ ഇരിക്കുന്ന ആർക്കുമാകട്ടെ, കുടുംബജീവിതത്തിൽ ദാമ്പത്യ വിശ്വസ്തത നഷ്ടപ്പെട്ടു പോകുന്നത്, നമ്മളുടെ സന്യാസ ജീവിതത്തിൽ നമുക്ക് ബ്രഹ്മചര്യ വ്രതത്തിന്റെ കല്ലിൽ തട്ടി നാം വീണു പോകുന്നതിന് ഏക കാരണം കുറ്റി ഉറപ്പിക്കേണ്ടിടത്ത് ഉറപ്പിക്കാതെ തിരശ്ശീല അങ്ങോട്ട് വലിച്ചു വലുതാക്കും. പ്രിയപ്പെട്ടവരെ, സക്രാരി എന്ന് പറയുന്ന കുറ്റിയിൽ ഉറപ്പിക്കാത്ത ഒരു സന്യാസ ജീവിതവും മുമ്പോട്ട് പോവില്ല. കുറച്ചോടി കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും, ഇത് എന്തിനാ ഓടുന്നേ? ഈ പട്ടികൾ ഓടിയൊരു കഥയുണ്ട്. ഒരു പട്ടി ഇരയെ കണ്ടിട്ട് ഓടി, മറ്റേ പട്ടി പുറകെ വന്ന പട്ടി ആദ്യത്തെ പട്ടി ഓടുന്നത് കണ്ട് ഇരയെ കണ്ടില്ല, പട്ടിയെ കണ്ടോടി. മൂന്നാമത്തെ പട്ടിയും രണ്ടാമത്തെ പട്ടി ഓടുന്നത് കണ്ടിട്ട് ഓടി. ഇങ്ങനെ കുറെ പട്ടികളുടെ കൂട്ടയോട്ടമായപ്പോ അവസാനം ഓടിയ പട്ടികൾ ചോദിച്ചു, എടാ ഇത് എന്തിനാ ഓടുന്നേ? അറിയില്ല, മുമ്പേ കുറെ പേര് പോകുന്നുണ്ട്. അപ്പൊ മുമ്പേ പോകുന്നവരോട് ചോദിച്ചു, എടാ ഇത് എന്തിനാ ഓടുന്നേ? അറിയില്ല, എനിക്ക് മുമ്പേ ആരും ഓടുന്നുണ്ട്, പോവാം. ഓടുവാ, കതച്ചോടുക. അവസാനം ഇവര് നോക്കിയപ്പോ ആരുടെ കയ്യിൽ നിന്ന് ഉത്തരവില്ലാതായപ്പോ അവര് തിരിഞ്ഞു നിന്നു. പക്ഷേ ഇരയെ കണ്ട ഒരു പട്ടി അവസാനം വരെ ഓടി ഇരയെ പിടിച്ചു. പ്രിയപ്പെട്ടവരെ, ബ്രഹ്മചര്യത്തിന്റെ മനോഹാരിത, നമ്മൾ എവിടെ വേണമെങ്കിലും പൊക്കോ, ആരുടെ കൂടെ വേണമെങ്കിലും നടന്നോ, ഏത് പാതിരാത്രിക്കും എവിടെ വേണമെങ്കിലും സഞ്ചരിച്ചോ, എനിക്ക് ബോധമുണ്ടാകണം ഞാനൊരു സമർപ്പിതയാണെന്ന്. അവർക്ക് ബോധമില്ലാതിരിക്കുകയും എനിക്ക് ബോധമുണ്ടാവുകയും ചെയ്താൽ അതിനകത്ത് പ്രയോജനമുണ്ട്. അതേസമയം ഇന്ന് നേരെ തിരിച്ചാ സംഭവിക്കുന്നത്. മറ്റുള്ളവർക്ക് ബോധമുണ്ട്, കന്യാസ്ത്രീക്ക് ബോധമില്ല. സിസ്റ്ററെ വൈകുന്നേരം പ്രാർത്ഥനയില്ല, അത് കുഴപ്പമില്ല, ഇങ്ങോട്ട് പോണ്ട, അത് കുഴപ്പമില്ല, രാത്രിയിൽ ഒറ്റയ്ക്കുള്ള, അത് കുഴപ്പമില്ല, നമുക്കൊന്നും കുഴപ്പമില്ല. അവസാനം കുഴപ്പമാകുമ്പോ ജഗദീഷ് ചോദിക്കും, കുഴപ്പമായോന്ന്. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിക്കും, കുഴപ്പമായി എന്നാ തോന്നുന്നേ. പ്രിയപ്പെട്ട സഹോദരിമാരെ, ബ്രഹ്മചര്യത്തിന്റെ സ്വാതന്ത്ര്യം, മാതൃത്വത്തിന്റെ പുഷ്പിക്കൽ നടക്കണം. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് എനിക്ക് ഏകാകിനിയുടെ മക്കളാണ് ഭർത്തൃമതി? ചേച്ചിക്ക് എത്ര പിള്ളേരുണ്ട് ചേച്ചി? 3. ചേച്ചിക്കോ? 2, 3, 5, 4. ഇത്രയും ചേച്ചിമാർക്കും കൂടി ഇത്രയും മക്കളുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ, അയ്യോ ഞാൻ ബ്രഹ്മചര്യ വ്രതം എടുത്തതാണ് പറയൂ നിങ്ങള്. നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഏകാകിനിയുടെ മക്കളായിരിക്കണം. ഭർത്തൃമതിയുടെ മക്കളെക്കാൾ അധികം ഞങ്ങളോട് അസൂയ തോന്നരുത് പ്ലീസ്. ഏകാകിനിയുടെ മക്കളായിരിക്കണം ഭർത്തൃമതിയുടെ മക്കളെക്കാൾ അധികം. എത്ര നോക്കിയാലും ഈ 5 മക്കളുടെ കാര്യം കഴിഞ്ഞിട്ടേ അയൽവക്കത്തെ മക്കളുടെ കാര്യം നോക്കാൻ ഇവർക്ക് പറ്റൂ. അത് അങ്ങനെയാണ് അവരുടെ കമ്മിറ്റ്മെന്റ്. ആ കമ്മിറ്റ്മെന്റ് അവർക്ക് ഇല്ലാതെ നാട്ടുകാരെ നന്നാക്കാൻ നോക്കാൻ ഇറക്കിയ നമ്മൾ പറയും വീട്ടിൽ ഇങ്ങനെയാണ്, എന്നിട്ട് നാടിനെ നന്നാക്കാൻ ഇറങ്ങിയേക്കുന്നു എന്ന് നമ്മൾ അവരെ നോക്കി പറയും. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഈ ഏതു വീട്ടിൽ കയറി ചെന്നാലും ഒരുപോലെ സംസാരിക്കാനും, ഏതു വീട്ടിലെ പ്രശ്നവും എന്റെ പ്രശ്നമായി മാറാനും, ഏതു വീട്ടിലെ ആർക്ക് രോഗം വന്നാലും അത് എന്റെ രോഗവും എന്റെ പ്രാർത്ഥനയുടെ വിഷയമായി മാറാനും, ഏതു കുട്ടിക്കൊരാവശ്യം പാതിരാത്രിക്ക് വന്നാലും അത് എന്റെ ആവശ്യമായി ഒരു മാതൃത്വത്തിന്റെ നോവ് അനുഭവിക്കുവാനും വരം ലഭിച്ചവരാണ് ബ്രഹ്മചര്യ വ്രതമെടുത്ത സമർപ്പിതർ. ആണോ അല്ലയോ? അതെ. അതുകൊണ്ട് ബ്രഹ്മചര്യ വ്രതം അതിരിടുവല്ല ചെയ്യുന്നത്, അതിരു ഭേദിച്ച് വ്യാപിക്കാനുള്ള സാധ്യതയെ. ഇവിടെ ഇരിക്കുന്ന ചേച്ചി 5 മക്കളെ ഇവിടെ ഇട്ടിട്ട് അയ്യോ ആ വീട്ടിലെ കൊച്ചിന് ചോറ് കൊടുക്കാൻ പോണം എന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ കെട്ടിയോ പറയും കേറിയിരിക്കണേ അവിടെ എന്ന് പറയും.
പക്ഷെ നമ്മളുടെ ഏതു ഭവനത്തിലും എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം നമ്മളെ വളർത്തും. ഈ ബ്രഹ്മചര്യത്തിന്റെ ഈ ഒരു ആഘോഷം, മാതൃത്വത്തിന്റെ ആഘോഷം, അത് നമ്മൾ ഇങ്ങനെ പിടിച്ചു കെട്ടി വെച്ച് എന്താണ്, ഒഴുക്കില്ലാത്ത വെള്ളം പോലെയാക്കി ചെങ്കടലിൽ ഇറങ്ങുന്നത്, അല്ല ചാവുകടൽ, അല്ലെ ചാവുകടലിൽ ഇറങ്ങുന്നതിന് തുല്യമാക്കി അവിടെ കിടക്കുന്നതെല്ലാം പൊങ്ങി കിടക്കുന്നതാണ്. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങോട്ട് ഇറങ്ങിയാലെല്ലാം പൊങ്ങിക്കിടക്കും, ഒരു ജീവി പോലും അവിടെ വളരില്ലെന്നാ പറയുന്നത്. ഇന്ന് ഇതിനു തുല്യമായി സമർപ്പിത ബ്രഹ്മചര്യം മാറുന്നുണ്ടെങ്കിൽ അതിന് നമ്മളാണ് ഉത്തരവാദികൾ. നമ്മളുടെ ഈ അതിരു ഭേദിച്ച് വ്യാപിക്കും നമ്മൾ കുറ്റിയുറപ്പിക്കാതെ കർത്താവായ യേശുക്രിസ്തുവില് വേണ്ടത്ര പ്രാർത്ഥനയും വേണ്ടത്ര ദൈവ അവബോധവും ഇല്ലാതെ, ഞാൻ ആയിരിക്കുന്ന ഈ ഒരു അവസ്ഥയെക്കുറിച്ച് ബോധമില്ലാതെ നമ്മൾ ഇറങ്ങിയാൽ, പ്രിപ്പറേഷൻ ഇല്ലാതെ പണിക്കിറങ്ങിയാൽ തോറ്റുപോകും. അത് തന്നെയാണ് ഈ വ്രതബദ്ധ ജീവിതത്തിന്റെയും ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. ഇവിടെ ഇരിക്കുന്നവരിൽ ആർക്കൊക്കെ സ്വന്തം സന്യാസ സമൂഹത്തിന്റെ വ്രതവാചകം കാണാതെ ചൊല്ലാൻ ഇപ്പൊ പറഞ്ഞാൽ ചൊല്ലും? ഒരുവിധം എല്ലാവരും ചൊല്ലും. ഒരുവിധം എല്ലാവരും. ഞാൻ എപ്പോഴും നോക്കുന്നത്, അത് ചോദിച്ചു തീരുന്നതിന് മുമ്പ് കൈ പൊക്കുന്നവരെയാണ് ഞാൻ ആദ്യം സ്പോട്ട് ചെയ്യുന്നത്. കാരണം നമുക്കിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത്. എന്നാലും സാരമില്ല, കൈക്ക് വേദനയുള്ളവർ എൻ്റെ പൊന്നേ പതുക്കെ പൊങ്ങിപ്പോയുള്ളൂ, അതുകൊണ്ട് എനിക്ക് വ്രതം ചെല്ലാൻ അറിയത്തില്ലെന്ന് പറയരുത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും നമ്മളിങ്ങനെ ഈ ആദ്യവ്രതം ചെയ്തിട്ടിരിക്കുന്ന സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിനി അടുത്ത വർഷമേ തൂത്തു തുടച്ച് ആ വ്രതവാചകം എഴുതി തലേ ദിവസം ഇരുന്ന് ധ്യാനിച്ച് എഴുതി പഠിച്ച് ചൊല്ലിപ്പഠിച്ച് പിറ്റേ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പറയും 1 കൊല്ലത്തേക്ക് അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടാ കൊണ്ട് കൊടുക്കുന്നേ? പിതാവിന്റെ കയ്യിലോ? പ്രൗൻശാളമ്മയുടെ കയ്യിൽ. പ്രൗൻശാളമ്മയല്ലേ കൊണ്ട് ആൾക്കാരെ കൊണ്ടുവെക്കുന്നത്. അപ്പൊ അതോടുകൂടി ഞാൻ വ്രതം ചൊല്ലിയിട്ടുണ്ട്, ഇനി ഉത്തരവാദിത്വം ആരുടെയാണ്? ആൾക്കാരെ കൊണ്ട് വെച്ചതാരാ? പ്രൗൻശാളമ്മ. ഇനി മുതൽ പ്രൗൻശാളമ്മയുടെ ഉത്തരവാദിത്വമാണെന്ന് വിചാരിച്ച് നമുക്ക് അറിയാതെ പറ്റിപ്പോകുന്നതാ കേട്ടോ. കുഴപ്പമില്ല, അത് ശരിയായിക്കോളും. നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് ആയി പോകുന്നതാ. അതെങ്ങനെ തീ കത്തിച്ച് ശരിയായി എടുത്തോളും. പ്രിയപ്പെട്ട സഹോദരിമാരെ, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിച്ച ശേഷം വ്രത നവീകരണം നമ്മൾ നടത്തിയിരിക്കണം. ഇതിങ്ങനെ വർഷത്തിലൊന്ന് തേച്ച് തുടച്ച് വടിവൊത്ത കൈയക്ഷരത്തിൽ എഴുതി സൈഡിൽ ഒരു പൂവും വരച്ച് മാർജിനമിട്ട് എഴുതിക്കൊണ്ട് അൾത്താരയിൽ പൂട്ടിവെച്ച് അവസാനം അത് നമ്മുടെ ആർക്കൈവ്സിൽ കൊണ്ടുപോയി ഫയലിലാക്കി പൂട്ടിവെക്കാനുള്ള സാധനമല്ലത്. ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം ഈ വ്രതവാചകം ഞാൻ നവീകരിച്ചതിന് ശേഷം ഇറങ്ങണം, ജീവിക്കണം. ദഹനബലിയായി തീരണമെങ്കിൽ അത് വർഷത്തിലൊന്ന് കത്തിച്ചു കൊടുത്താൽ പോരാ. എല്ലാ ദിവസവും കത്തിച്ച് അതിനെ കനലൂതി കത്തിച്ചുകൊണ്ട് അതിങ്ങനെ ജീവനുള്ളതാക്കി തീർക്കേണ്ട ഒരു സാധ്യതയാണ് നമ്മുടെ വ്രതവാചകം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു മനോഹരമായ കാഴ്ചയുണ്ട്. നമ്മൾ മരിച്ചു ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നത് FCC-കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, CMC-കാർക്ക് ഉണ്ടോയെന്നറിയില്ല. നിങ്ങൾക്ക് ആർക്കൊക്കെയാണ്? ചിലർക്ക് കോൺസ്റ്റിറ്റ്യൂഷനാണ്. മരിച്ച് പെട്ടി കിടക്കുമ്പോൾ കയ്യിൽ പിടിക്കുന്ന സാധനം വ്രതവാചകം പിടിച്ചുകൊണ്ട് കിടക്കുന്നവരെന്ന് കൈവക്കാവോ? കുറെ അധികം കോൺഗ്രിഗേഷൻസ് ഉണ്ട്. SD-കാര് കുരിശും കൊന്തയാണ് പിടിച്ചു കിടക്കുന്നത്. കുറച്ച് കോൺഗ്രിഗേഷൻകാർ കോൺസ്റ്റിറ്റ്യൂഷൻ പിടിച്ചാണ് കിടക്കുന്നത്. ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് മൂവാറ്റുപുഴ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ FCC-കാരുടെ പ്രൊവിൻഷ്യൽ ഹൗസിൽ ഒരടക്ക് കൂടാൻ പോയി. അപ്പൊ ഞെട്ടിപ്പോയി, സത്യം പറഞ്ഞ ഞെട്ടിപ്പോയി. വ്രതവാചകം പിടിച്ചാണ് കിടക്കുന്നത്. നമ്മളൊരു വലിയ ഫംഗ്ഷന് ചെല്ലുമ്പോൾ കൃത്യമായിട്ട് അവർ ചിലപ്പോൾ പറയും ആള് കൂടും, അതുകൊണ്ട് ഇൻവിറ്റേഷൻ കാർഡ് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മളുടെ ഐഡന്റിറ്റി കാർഡ് കൊണ്ടുവരണം, അതോടുകൂടിയാണ് അകത്ത് കയറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അതിനു തുല്യമാണ് ഈ ഒരു വിവാഹ വസ്ത്രം ധരിക്കാതെ നമ്മൾ അകത്ത് പ്രവേശിക്കാൻ പറ്റാത്തതുപോലെയാണ് നമ്മൾ ഏത് സന്യാസ സമൂഹത്തിൽ ജീവിച്ചോ, ഏത് സന്യാസ സമൂഹത്തിൽ ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം വ്രതം ചെയ്തോ ആ സന്യാസ സഭ. SD-കാരുടെ വ്രതവാചകത്തിനകത്ത് കൃത്യം എഴുതി വെച്ചിട്ടുണ്ട്, ഞങ്ങൾ അഗതികളുടെ സഹോദരിമാരുടെ സന്യാസ സമൂഹത്തിന്റെ പാവന നിയമങ്ങൾക്കനുസൃതമായി അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ 3 പദങ്ങൾ അനുഷ്ഠിച്ചു കൊള്ളാമെന്ന്. FCC-കാരുടെ പാവന നിയമങ്ങൾക്കനുസൃതമായല്ല CMC-കാർ ജീവിക്കേണ്ടത്. CMC-കാരുടെ പാവന നിയമങ്ങൾക്കനുസൃതമായിട്ടല്ല SH-കാർ ജീവിക്കേണ്ടത്. ഇവരുടെ ആരുടെയും പാവന നിയമങ്ങൾക്കനുസൃതമായിട്ടല്ല CSN-കാർ ജീവിക്കേണ്ടത്. അവനവന്റെ സന്യാസ സമൂഹം ഈ ദാരിദ്ര്യവും ബ്രഹ്മചര്യവും അനുസരണവും എപ്രകാരം ജീവിക്കണമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ അപ്രകാരമാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെയൊക്കെ ഒരു പ്രലോഭനമാണ് ഈ കരിസം ട്രാൻസ്പ്ലാന്റേഷൻ. അയ്യോ, CMC-കാർ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നേ, നമുക്കും അതങ്ങ് ചെയ്താലോ? FCC-കാരുടെ അടുത്ത് പോയപ്പോ ഇങ്ങനെ കണ്ടു, നമുക്കത് ചെയ്താലോ? എന്റെ പൊന്നു സഹോദരിമാരെ, നമ്മളുടെ സന്യാസ സമൂഹത്തില് നമ്മളുടെ സ്ഥാപക മാതാക്കളോ പിതാക്കളോ ധ്യാനിച്ച്, അങ്ങനെയാണെങ്കിൽ നമ്മളെ എല്ലാരെയും കൂടെ ഒരിടത്ത് കൊണ്ടിട്ടാ മതിയായിരുന്നു.
അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും സന്യാസ സമൂഹത്തിന് ഓരോ സ്ഥാപക പിതാവോ മാതാവോ ആവശ്യമായിരുന്നില്ല. ഓരോരുത്തരെ കൊണ്ടും യുണീക്ക് റെസ്പോൺസിബിലിറ്റീസ് അല്ലെങ്കിൽ സ്പെഷ്യൽ കോൾ നമുക്കുള്ളത് കൊണ്ടാണ് 32 സന്യാസ സമൂഹം ഇടുക്കി രൂപതയിൽ ഇങ്ങനെ നിവർന്ന നട്ടലോടുകൂടി നിൽക്കുന്നത്. അതുകൊണ്ട് ആർക്കും ആരുടെ കരുസം കണ്ടിട്ടും അസൂയ വേണ്ട, അസ്വസ്ഥത വേണ്ട, ബുദ്ധിമുട്ടോ പ്രയാസമോ വേണ്ട, ഞങ്ങൾ അവരുടെ മുമ്പിലോ പിമ്പിലോ വേണ്ട. എന്റെ സന്യാസ സമൂഹത്തിന്റെ നിയമാവലിക്കനുസൃതമായ കരുസം ഞാൻ ജീവിക്കുന്നുണ്ടോ, അത് മാത്രം നോക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ വ്രതം അവസാനിപ്പിക്കുവാണ്. മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ അച്ഛാ, ഒറ്റ കാര്യം കൂടി. ഒന്നല്ല രണ്ടുണ്ടായിരുന്നു, രണ്ടും കൂടെ ഒന്നിക്കാവോ എന്ന് ഞാൻ നോക്കാം. ഓക്കെ, മടുത്തോ നിങ്ങള്? വിശക്കുന്നുണ്ടോ? ഇല്ലേ? പിന്നെ ഇവിടെ വെച്ചേക്കുന്ന പ്രശ്നമല്ല, എന്ത് ചെയ്യും? പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് തീർത്തോളാം. അതാണ് മൂന്നാമത്തെ സന്യാസത്തിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്, പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. അതില്ലാതെ ഒരു സമർപ്പിതയ്ക്കും അധികകാലം മുമ്പോട്ട് പോകാനാവില്ല. ഈ ഇൻടോക്സിക്കേഷൻ വിത്ത് ക്രൈസ്റ്റ്, ഇൻടോക്സിക്കേറ്റഡ് നമ്മൾ പറയില്ല, എന്താണ് ബീയിങ് ക്യാപ്ചേർഡ് ബൈ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെ ഒരു സന്യാസിനിക്കും അധികകാലം മുമ്പോട്ട് പോകാനാവില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളെ ധ്യാനിപ്പിക്കാമെന്ന് വെച്ചാൽ നിങ്ങളിത് ക്യാപ്ഷൻ ആക്കരുത്, കേൾക്കുന്നത് കൃത്യമായിട്ട് കേൾക്കണം. കഴിവ് ഏറിയവരുടെ, അത് ഒറ്റവാക്കിൽ പറഞ്ഞ പ്രശ്നമാകും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഇവർ ക്യാപ്ഷൻ ഇട്ട് പോകും. ഞാൻ ഇവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്യാപ്ഷൻസ് ശ്രദ്ധിച്ചിടണം എന്ന്. ഇങ്ങനെയാണ് ഒരച്ഛൻ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ പറഞ്ഞതാണ്, കഴിവ് ഏറിയവരുടെ ഒരു കൂട്ടമാണ് ഇന്ന് സമർപ്പിതർ, കൃപയേറിയവർ കുറവാണ്. തെറ്റില്ലല്ലോ അല്ലേ? തെറ്റില്ല. തിരിയേണ്ടതുപോലെ ഞാൻ ഉദ്ദേശിച്ച അർത്ഥത്തിൽ തന്നെയാണല്ലോ തിരിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, കഴിവ് ഏറിപ്പോയതിന്റെ അസ്വസ്ഥതകളും, കഴിവ് ഏറിപ്പോയതിന്റെ മാത്സര്യങ്ങളും, കഴിവ് കുറഞ്ഞു പോയതിന്റെ നിസ്സഹായതയും, കഴിവ് കുറഞ്ഞു പോയതിന്റെ ആത്മവിശ്വാസ കുറവും കൊണ്ട് ഇന്നിങ്ങനെ നമ്മളിങ്ങനെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ, പിന്നെ സിസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ, സിസ്റ്റേഴ്സിന്റെ പിന്നെന്താണ് നിങ്ങൾ കൂട്ടിച്ചേർത്തേ, നമുക്ക് മോട്ടിവേഷണൽ പ്രോഗ്രാം, ഭൂമിയുടെ ഉപ്പും ലോകത്തിന്റെ പ്രകാശവുമായി തീരാനായിട്ടാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഞാൻ മോട്ടിവേറ്റഡ് ആയിട്ടാണ് ഞാൻ സന്യാസം സ്വീകരിച്ചത് എന്നാണ് വെപ്പ്. അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു മോട്ടിവേഷൻ നമുക്ക് പിന്നെ എന്തിനാണ്? ഈ മോട്ടിവേഷനാണ് ഓരോ ദിവസവും കത്തിച്ച് അത് കനലാക്കി തന്നെ നിലനിർത്തണമെന്ന് നമ്മളുടെ സന്യാസ സമൂഹവും അധികാരികള് മക്കളെ നമ്മൾ ഉണർവും ജീവനും ഉള്ളവരാകണം എന്ന് നമ്മളോട് പറയുന്നത്. ഈ വിളിയുടെ ആ ഓർമ്മ നഷ്ടപ്പെടാതിരിക്കുക, അതിനോളം വലിയ മോട്ടിവേഷൻ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ആരെങ്കിലും ഇവിടെ ആത്മവിശ്വാസ കുറവ് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ, കഴിവ് ഏറിയവരെ സന്യാസത്തിന് ആവശ്യമില്ല, കൃപയുള്ളവരെ മതി. കഴിവേറിയവർക്ക് പ്രഗത്ഭരാകാൻ ഒരുപാട് അവസരങ്ങൾ പുറത്തുണ്ട്. നമ്മളുടെ കഴിവുകളെയും നന്മകളെയും നമ്മളുടെ വിശാലമായ സാധ്യതകളെയും ഒക്കെ ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം, ഈ 3 വ്രതത്തിന് കീഴിൽ എന്റെ സന്യാസ സമൂഹത്തിന്റെ നിയമാവലി അനുശാസിക്കും വിധം അണക്കെട്ട് കെട്ടി നമ്മളിങ്ങനെ വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് സംരക്ഷിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മൾ എടുത്തുപയോഗിക്കും. അതുകൊണ്ടാണ് ഈ ഒരു കഴിവ് ഏറിയവരെക്കാൾ അധികം കൃപ ഏറിയവരാണ് സന്യാസ ജീവിതത്തിൽ ഫലം ചൂടുകയുള്ളൂ. അവരുടെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരെ പോലെയുള്ളവരുടെ ഇതുകൊണ്ടാണ് പറ്റുള്ളൂ. ഇനി ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് പറയുമ്പോൾ ഒറ്റക്കാര്യം, ഞാൻ ഈ ബൈബിള് തൊടുപുഴയെന്ന് ചുമന്നുകൊണ്ട് വന്നതാണ്. ഇവിടുന്ന് വരുന്ന ഒരു ബൈബിള് ചോദിക്കാമെന്നുണ്ടായിരുന്നെങ്കിലും എനിക്കതിന് നമ്മുടെ ബൈബിളിനോട് നമുക്കൊരു അട്രാക്ഷൻ ഉണ്ടല്ലോ, ഒരു ഇൻറ്റിമേഷൻ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അവിടുന്ന് കഷ്ടപ്പെട്ട് ചുമന്നുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മുടെ ഇതുണ്ടല്ലോ, അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ വെറുതെ പറഞ്ഞു പോയൊരു സെന്റൻസ് ആണ്. എനിക്കത് കയറി കൊളുത്തി. അതുകൊണ്ട് ഞാൻ ഈ ബൈബിളും കൊണ്ട് വന്നതാണ്. ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടതും ഇല്ലാതെ പോകുന്നതുമായൊരു കാര്യം, നിങ്ങൾക്ക് സാംസനെയും ദലീലയെയും അറിയാവോ? സഞ്ജു സാംസൺ അല്ല, സാംസനും ദലീലയും അറിയാലോ. അവിടെ എന്നാ സംഭവിച്ചത്? സാംസനും ദലീലെ
വളരെ അവരിങ്ങനെ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുമായിരുന്നു. അപ്പോ ദലീലയെ വിളിച്ചിട്ട് അവര് ചോദിച്ചു, എന്താണ് പറഞ്ഞത്? സാംസനെ, ഫിലിസ്തീനയുടെ നേതാക്കന്മാര് ദലീലയെ വിളിച്ചിട്ട് പറഞ്ഞു, സാംസനെ നീ വശീകരിക്കണം, അവന്റെ ശക്തി എവിടെയെന്ന്, എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നും അവനെ എങ്ങനെ കീഴടക്കി ബന്ധിക്കാമെന്നും മനസ്സിലാക്കണം. അതിനുശേഷം ബാക്കി ഞാൻ സമയക്കുറവുകൊണ്ട് പറയുന്നില്ല. 3 തവണ ഇവൻ നുണ പറഞ്ഞു. ഇവളിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആ കയറുകൊണ്ട് ബന്ധിച്ചാൽ, ഈ ചണം കൊണ്ട് ബന്ധിച്ചാൽ, മറ്റേത് ചെയ്താലും മറിച്ച് ചെയ്താലും എന്നൊക്കെ പറയുന്ന അവസാനം പാളിപ്പോയി. ഇവളിതെല്ലാം പറഞ്ഞിട്ടും ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവളിങ്ങനെ മടിയിൽ കിടത്തുമ്പോഴും ഞാൻ ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ എന്നെ ആക്രമിക്കാൻ വീട്ടിനകത്ത് ആളെ പതിയിരുത്തിയിട്ട് പറഞ്ഞു കൊടുത്ത സൂത്രം അതേപടി ചെയ്ത് എന്നെ കീഴ്പ്പെടുത്താൻ ഇവള് ശ്രമിച്ചല്ലോ എന്നുപോലും ചിന്തിക്കാൻ ഈ സാംസണ് എന്തുകൊണ്ട് കഴിഞ്ഞില്ല? അത് ഒരു പക്ഷേ ഇങ്ങനെ അടയൻ ചക്രം പോലെ ഭയങ്കര സ്നേഹം കൊണ്ട് അങ്ങ് വീർപ്പുമുട്ടി ഇരുന്നത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ പറയില്ലേ, പ്രേമത്തിന് കണ്ടോ, കൃത്യം പറയാനറിയാം, പ്രേമത്തിന് കണ്ണും മൂക്കും ഇല്ല. പ്രിയപ്പെട്ട സമർപ്പിതരെ, നമ്മൾ ഓരോരുത്തരും ചിലപ്പോ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഇത്രയും അങ്ങോട്ട് പോയാൽ മതി, കുഴപ്പമില്ല, ഇതും കൂടെ ആകാം, ഇങ്ങനെ വന്നാൽ കുഴപ്പമില്ല, ഇത്രയും ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഞാൻ പിടിച്ചില്ലല്ലോ, എന്നെ പിടിച്ചില്ലല്ലോ, ഞാൻ വൈറലായില്ലല്ലോ, സമൂഹമാധ്യമത്തിൽ അങ്ങനെ വന്നില്ലല്ലോ, ഇങ്ങനെ വന്നില്ലല്ലോ, അപ്പൊ പിന്നെ ഇത് ഇങ്ങനെ അങ്ങ് പൊക്കോളും എന്ന് വിചാരിച്ച് ഒരുപാട് നമ്മൾ കണ്ണടയ്ക്കുന്നുണ്ട്. നമ്മളുടെ ബന്ധങ്ങൾ, നമ്മളുടെ ഫോൺ വിളികൾ, നമ്മളുടെ മറ്റ് റിലേഷൻസ് ദൈവത്തെ പരീക്ഷിക്കുന്നതിന് ഒരതിരുണ്ട്. ഒരു പരിധിവരെ തമ്പുരാൻ ഇങ്ങനെ കയറ്റി കൊണ്ടുപോകും. അവസാനം 4ാം തവണ ഇവൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോ ഇവള് സാംസനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എടുത്തു വെച്ചേക്കുന്നത്. അവൾ അവനോട് ചോദിച്ചു, നിന്റെ ഹൃദയം എന്നോട് കൂടെയല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്കെങ്ങനെ പറയാൻ കഴിയും? പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇന്ന് ഈശോ നമ്മളോട് വേദനയോടെ ചോദിക്കുന്നുണ്ട്, ഇത്രയൊക്കെ ഞാൻ നിന്നെ, നീ ചെയ്ത അബദ്ധങ്ങളിൽ നിന്നും, നീ കാണിച്ചു കൂട്ടിയ വൃത്തികേടുകളിൽ നിന്നും, നീ കടന്നുപോയ അനുസരണക്കേടിൽ നിന്നും, നിനക്കുണ്ടായിരുന്ന ഈ തെറ്റായ ചിന്തകളിൽ നിന്നും ഒക്കെ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നിട്ടും വീണ്ടും നീ ഇങ്ങനെ പോവാണോ? വീണ്ടും നീ എന്നെ കബളിപ്പിക്കുവാണോ? നിന്റെ ഹൃദയം എന്നോടുകൂടി അല്ലെങ്കിൽ പിന്നെ നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയാൻ പറ്റും? അധരം കൊണ്ട് ഈ ജനം എന്നെ സ്നേഹിക്കുന്നു, എന്നാൽ ഹൃദയം വളരെ അകലെയാണെന്ന്. പ്രിയപ്പെട്ട ഈ സമർപ്പിത ദിനത്തിൽ വൈകുന്നേരം ചെന്ന് സ്വസ്ഥമായി വിശേഷമൊക്കെ പറഞ്ഞ് ആർപ്പും ആരവും ഒക്കെ കഴിഞ്ഞിട്ട് അവസാനം ഇരുന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. എന്റെ ഹൃദയം എന്റെ തമ്പുരാന്റെ കൂടെയാണോ? എന്റെ ഹൃദയം തമ്പുരാന്റെ കൂടെ ഇല്ലാതെയാണോ ഞാൻ ഇങ്ങനെ വേഷം കെട്ടി രാവിലെ ഇറങ്ങുന്നത്? എന്റെ ഹൃദയം എന്റെ തമ്പുരാന്റെ കൂടെ ഇല്ലാതെയാണോ ഞാൻ ഇങ്ങനെ സമർപ്പിത എന്നുള്ള ആനുകൂല്യങ്ങളെല്ലാം സ്വീകരിച്ച് ഇങ്ങനെ എന്റെ സന്യാസ സമൂഹത്തില് ഇത്തിൽ കണ്ണിയായിട്ട് അവിടുന്ന് കിട്ടുന്നതെല്ലാം ഇങ്ങോട്ട് പോരട്ടെ? എന്റെ സന്യാസ സമൂഹത്തിന് വേണ്ടി ഒരു ചെറുവിരലനക്കാൻ എനിക്ക് 20 വർഷം കൊണ്ട് പറ്റിയോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ആലോചിക്കണം. ഇപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ അപ്പ ഫോൺ എടുത്ത് വീട്ടിലേക്കാണോ വിളി? എന്റെ സന്യാസ സമൂഹത്തെ അമ്മയ്ക്ക് തുല്യം സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന 32 സന്യാസ സമൂഹങ്ങളിൽ ഒന്നുപോലും കൈപൊക്കിയില്ല, പിള്ളേര് കുറയുന്നു. ദൈവം ഒരിക്കലും ഒന്നിനും കുറവ് വരുത്തില്ല. പക്ഷേ നമ്മളായിട്ട് ഈ അരുവികൾ ഇങ്ങനെ തുറന്നു കിടക്കും, അതിനെ തേടി കണ്ടെത്തുക എന്നുള്ളതാണ്. ഹാഗാർ എങ്ങനെയാ കണ്ടത്? അവള് കണ്ണുയർത്തി നോക്കിയപ്പോ കണ്ടു. അബ്രാഹാം മുൾച്ചെടി ഉടക്കി കിടക്കുന്ന ബലിമൃഗ ആട്ടിൻകുട്ടി എങ്ങനെ കണ്ടത്? കണ്ണുയർത്തി നോക്കിയപ്പോ. പ്രിയപ്പെട്ട സഹോദരിമാരെ, കണ്ണുയർത്തി നോക്കണം. ഞാൻ നിർത്തിക്കോളാം, കുഴപ്പമില്ല. കണ്ണുയർത്തി നോക്കണം. ഈ സാംസണിൽ നിന്ന് അവസാനം അവൾ അവനെ അസഹ്യപ്പെടുത്താൻ തുടങ്ങിയപ്പോ അവൻ അവസാനം ഇത് പറഞ്ഞു കൊടുത്തു. അവളുടെ ശക്തി എവിടെയാന്ന് പറയാൻ നമ്മൾ ചിലപ്പോ നിർബന്ധിതരാകും. നമ്മൾ ചിലപ്പോ നിർബന്ധിക്കപ്പെട്ടു പോകും സന്യാസം ഉപേക്ഷിക്കാൻ, പൗരോഹിത്യം ഉപേക്ഷിക്കാൻ. ഈ നമ്മൾ എന്താണ്, വീട്ടമ്മമാര് 3 മക്കളെ 4 മക്കളെ കെട്ടിയോനെയൊക്കെ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകുന്ന ഇപ്പൊ ഈ നാളുകളിലെല്ലാം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കാണുന്നേ. കൊച്ചിനെ കൊണ്ടതേ ഒരെണ്ണത്തിനെ കൊണ്ട് കിണച്ചു എറിഞ്ഞേക്കുന്നു, ഇഷ്ടംപോലെ കാര്യങ്ങള്. ഇതിന് കാരണം ഒന്നേ ഉള്ളൂ, നിർബന്ധിക്കപ്പെട്ടു പോകും ചില കാര്യങ്ങൾക്ക് വേണ്ടി. അതിന്റെ തുടക്കമുണ്ട്, അവിടെ നമ്മൾ ഓർക്കണം. അപ്പോ അവസാനം ഒരു വാചകമുണ്ട്, അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി, അവളെ ക്ഷൗരക്കത്തിയെല്ലാം വെച്ച് അവന്റെ ശക്തി മുഴുവൻ ചോർന്നു പോയി. കർത്താവ് അവനെ വിട്ടുപോയി. ഇത്തവണയും ഞാന് മറ്റേതുപോലെയൊക്കെ രക്ഷപ്പെട്ടതുപോലെ രക്ഷപ്പെടുമെന്ന് അവൻ വിചാരിച്ചു. ഞാൻ ചുമ്മാ പറയുന്നതല്ല കേട്ടോ, ബൈബിളിൽ എഴുതി വെച്ചേക്കുന്ന 16-ാം ന്യായാധിപന്മാരുടെ പുസ്തകം 16-ാം അധ്യായം
22 മുതൽ വരെയുള്ള വാക്യങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനകത്ത് വളരെ വേദനയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് തന്നെ വിട്ടുപോയ കാര്യം സാംസൺ അറിഞ്ഞില്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ ഇങ്ങനെ അങ്ങ് നടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ടുപോകുന്നത് അനുസരണക്കേടിന്റെ കൂടുതൽ വരുമ്പോൾ ഒരു പരിധിവരെ തമ്പുരാൻ ക്ഷമിക്കും. അനുസരണക്കേടിന്റെ കൂടുതൽ, ബ്രഹ്മചര്യ വ്രതത്തിനെതിരായിട്ടുള്ള തിന്മകള്, നമ്മളുടെ ചില കോംപ്രമൈസുകള്, നമ്മളുടെ ചില ഒളിച്ചുകളികള്, പരിശുദ്ധാത്മാവ് തമ്പുരാൻ നമ്മളെ വിട്ടുപോകുന്നത് നമ്മൾ അറിയില്ല. ഓവർ കോൺഫിഡൻസോടുകൂടി നമ്മൾ പറയും, ഇതിങ്ങനെയൊക്കെ അങ്ങോട്ട് പൊക്കോളും, ഇതിങ്ങനെ അങ്ങ് പൊക്കോളും. പോകില്ല, അധികകാലം പോകാൻ പറ്റില്ല. അതിനിഷ്ടം പോലെ മാതൃകകള്, ഇഷ്ടം പോലെ ഉദാഹരണങ്ങള് നമ്മൾ ഒന്ന് നോക്കിയാൽ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്ന് കണ്ണുയർത്തി നോക്കിയാൽ പറ്റും. ദൈവമേ, ഇവരിങ്ങനെയായി പോയോ എന്ന് നമ്മൾ ചിന്തിക്കും. ഒരു പക്ഷേ ദൈവത്തിന്റെ കൃപയ്ക്ക് കീഴിൽ, അല്ലെങ്കിൽ ഇന്നിവിടെ വന്ന് ഇങ്ങനെ പ്രസംഗിച്ച സിസ്റ്റർ ജോസിയായെ കുറിച്ച് നാളെ എവിടെ എന്തെങ്കിലും കേട്ടപ്പോൾ, എന്റെ പൊന്നെ, ആ കന്യാസ്ത്രീയാണോ ഇവിടെ വന്ന് ഈ മാതിരി പറച്ചിലല്ല, ബാക്കി പൂരിപ്പിക്കുക, ബാക്കി പറഞ്ഞിട്ട് പോയതെന്ന് നമ്മൾ തന്നെ പറയും. പലരെക്കുറിച്ചും നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെക്കുറിച്ചും നമുക്ക് പറയാതിരിക്കാം. കൃപയ്ക്ക് കീഴിൽ നമുക്ക് ജീവിക്കാം. അവസാനം ഒറ്റ കാര്യം കൂടി, നമ്മളുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്. 4ാമത്തെ സന്യാസ സൗന്ദര്യം എന്ന് പറയുന്നത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആണ്. ഇത് ഞാൻ പ്രത്യേകിച്ച് അലങ്കാരം ഒന്നുമില്ലാതെ 3 കാര്യങ്ങളെക്കുറിച്ച്, 3 തരത്തിലുള്ള സമർപ്പിതരെക്കുറിച്ച് പരിശുദ്ധ പിതാവ് പറയുന്നുണ്ട്. ഒന്ന്, ബർത്തുമിയോസിന് കാഴ്ച നൽകുന്ന വചനഭാഗം വിസ്തരിച്ചിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത് പറയുന്നത്. 1ാമത്തെ വിഭാഗം, ജനക്കൂട്ടം യേശുവിനോടൊപ്പം കടന്നു പോവുകയായിരുന്നു. 1ാമത്തെ വിഭാഗം കടന്നുപോകുന്ന സമർപ്പിതർ. പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ല. നമ്മളുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്, നമ്മളുടെ ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടിയാണ് നമ്മൾ സമർപ്പിതരായിരിക്കുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു ബോധ്യവുമില്ലാതെ നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവര്. ആ ഇടവകയിൽ 5 വർഷം ഇരുന്നു പോയവര്, ഈ ഇടവകയിൽ 3 വർഷം ഇരുന്നു പോയവര്, മറ്റേ മഠത്തിൽ 12 വർഷം ഇരുന്നു പോയവര്, അവസാനം പ്രൊവിൻഷ്യൽ ഹൗസിൽ വന്ന് നീണ്ടു നിവർന്ന് കിടന്നു പോകുന്നവര്. 2ാമത്തെ കൂട്ടര്, ഒരു കൂട്ടര് പറഞ്ഞു, ബർത്തുമിയോസ് കിടന്ന് അലറി വിളിച്ചു, ദാവീദിന്റെ പുത്രാ എന്നിൽ കനിയണേ എന്ന് പറഞ്ഞപ്പോ ബർത്തുമിയോസ് കുറച്ചുപേര് പറഞ്ഞു, എടാ മിണ്ടാതിരിക്ക്, ഈശോ കടന്നു പോകുന്ന കാണാൻ പാടില്ലേ, മിണ്ടാതിരിക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെയാണ് കേട്ടോ പറയുന്നത്. 2ാമത്തെ കൂട്ടര് മിണ്ടാതിരിക്കൂ എന്ന് ദൈവജനത്തോട് ഉദ്ഘോഷിക്കുന്ന, ആക്രോശിക്കുന്ന സമർപ്പിതര്. ഇത് ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സമയമാണ്, ഇന്ന് പോയി നാളെ വാ. നമ്മളിങ്ങനെ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ചെന്ന് കയറുമ്പം ഇന്ന് പോയി നാളെ വാ, നാളെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ നാളെ പോയിട്ട് അന്നേരം അവർ പറയും ഇന്ന് പോയി നാളെ വാ. ഇത് തന്നെ നമ്മളെ ഇന്നിവിടെ മദറില്ല, ഇത് പറയേണ്ടത് മദറാണ്. മദർ ഇന്നിവിടെ ഇല്ല, 2 ദിവസം കഴിഞ്ഞേ വരും. 2 ദിവസം കഴിഞ്ഞ് വരുമ്പോൾ പറയും മദറിന്റെ ഫസ്റ്റ് കൗൺസിലർ ഇവിടെ ഇല്ല, ഇന്ന് പോയി നാളെ വാ. ഇത് ഞങ്ങളുടെ പ്രാർത്ഥനാ സമയമാണ്. ഇപ്പൊ മുതൽ ഇപ്പൊ വരെ പ്രാർത്ഥനാ സമയമാണ്, എടുക്കാൻ പറ്റില്ല. ഞാനല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് പറയുന്നത്. ഇങ്ങനെ ദൈവജനത്തിന്റെ ആവശ്യങ്ങൾക്ക് നേരെ മിണ്ടാതിരിക്കൂ എന്ന് ആക്രോശിക്കുന്ന 2ാം കൂട്ടര്. 3ാമത്തെ കൂട്ടരാണ് ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറയും. എന്ത് മനോഹരമായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സന്യാസ സമർപ്പണം സ്വീകരിച്ചവരുടെ ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇതാണ്. നമ്മളുടെ അടുത്ത് വേദനയുമായി കടന്നു വരുന്ന മനുഷ്യന്റെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ഭയമില്ലായ്മയാണത്. ജനങ്ങളുടെ വേദനയുടെ അടുത്തെത്താനുള്ള ഭയമില്ലായ്മയാണ് ഈ 3ാമത്തെ കൂട്ടരുടെ പ്രത്യേകത എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഞാൻ നിങ്ങളെ എന്നെ ചേർത്ത് ഞാൻ വെല്ലുവിളിക്കുവാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന സഹോദരങ്ങളോട് ധൈര്യമായിരിക്കൂ, എഴുന്നേൽക്കുക, യേശു നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അവർക്ക് സുവിശേഷമായി തീരാൻ നമ്മളുടെ ദാരിദ്ര്യവും നമ്മുടെ ബ്രഹ്മചര്യവും നമ്മുടെ അനുസരണവും നമ്മുടെ സമൂഹ ജീവിതവും നമ്മളെ ശക്തിപ്പെടുത്തണം. വീണ്ടും മാർപ്പാപ്പ പറയുന്നു, ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും, വിനാഗിരിയിൽ ഉപ്പിലിട്ട മുളക് പോലെയുള്ള മുഖമുള്ളവരായിരിക്കരുതെന്ന് സമർപ്പിതര്. തിരിഞ്ഞോ? വിനാഗിരിയിൽ ഉപ്പിലിട്ട മുളക് പോലെയുള്ള മുഖവുമായി ഒരിക്കലും, അത് 2 കൂട്ടരുണ്ട് കേട്ടോ, ഒരു പുരോഹിതനോ ഒരു സമർപ്പിതയോ കാണാൻ പാടില്ല. വിനാഗിരിക്കകത്ത് ഉപ്പിട്ട് അങ്ങനെ ഇരിക്കും, മുളക് ഉപ്പിലിട്ട് അങ്ങനെ ഇരിക്കും, പ്ലിങ്ങന്നിരിക്കും. അതുകൊണ്ട് സമർപ്പിതർ എവിടെയുണ്ടോ അവിടെ ആനന്ദമുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ യുവജനങ്ങളെ അനുയാത്ര ചെയ്യണം. നമ്മളുടെ ജീവിത സാക്ഷ്യം കൊണ്ട് അനേകർക്ക് മാതൃകയാകണം. ആരെയും നമ്മളുടെ സന്യാസ സമൂഹത്തിലേക്ക് വിളിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും ഉള്ളവരെ ഇറക്കി വിടാൻ തക്കവിധം ഒരു ഉതപ്പ് നൽകുന്ന ജീവിതമായി നമ്മളുടേത് മാറരുത് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അതുകൊണ്ട് ഏറ്റവും മനോഹരമായ ജീവിതം, 4 കാര്യങ്ങൾ. അവൻ നമ്മളെ വിളിച്ചു എന്നുള്ള നമ്മളുടെ ആത്മവിശ്വാസം,
ഈ ഒരു ആത്മവിശ്വാസം മറ്റോരോ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും കെടുത്താനാവില്ല എന്നുള്ളത് തിരിച്ചറിയുക. രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മളുടെ വ്രതബദ്ധ ജീവിതം. മൂന്നാമത്തെ കാര്യം പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. നാലാമത്തെ സൗന്ദര്യം എന്ന് പറയുന്നത് സോഷ്യൽ കമ്മിറ്റ്മെന്റ്. ഇവിടെ പത്രം ഇന്നത്തെ ഞാൻ ചോദിക്കുന്നില്ല, ഇന്നലത്തെ പത്രം വായിച്ചവരെന്ന് കൈവെക്കാവോ? എല്ലാ ദിവസവും പത്രം വായിക്കുന്ന സമർപ്പിതർ പ്ലീസ്? വളരെ കുറവാ. ഇവിടെയാണ് നമ്മളുടെ സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ആവശ്യകത. ഈ അച്ഛന്മാരൊക്കെ ചിലപ്പോൾ വന്ന് ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെ പറയാം, എനിക്കത് ഒത്തിരി വേദനയാട്ടോ, ചുമ്മാ എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ചിലപ്പോൾ പറയും കന്യാസ്ത്രീമാരല്ലേ, വലിയ വെളിവൊന്നുമില്ല, അവർക്കിങ്ങനെ പ്രത്യേകിച്ച് വിവരമൊന്നുമില്ല, അതുകൊണ്ട് അവരോട് എന്ത് പറഞ്ഞാലും കേൾക്കും. നമ്മളായിട്ട് നമ്മുടെ വില കളഞ്ഞ് കുളിക്കരുത്. പുറത്തുനിന്നൊരാൾ അയ്യോ ഇങ്ങനെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കൊടുത്തു. ഗ്രീഷ്മയോ? ഏത് ഗ്രീഷ്മ? അയ്യോ അതിനെ എന്തിനാ കൊന്നത്? അയ്യോ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, അതെന്നാ ജ്യൂസ് ചീത്തയാണോ? ഇതാണ് ഇന്ന് നമുക്ക് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ യുവജനങ്ങളെ അനുയാത്ര ചെയ്യുന്ന ഒരു സമർപ്പിതയെ മതി, ഒരു പുരോഹിതനെ മതി ഇന്ന് യുവജനങ്ങൾക്ക്. അവരെവിടെയാണെന്നറിയണം, ലോകം എവിടെയാണ് പോകുന്നതെന്നറിയണം. യുവജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു കന്യാസ്ത്രീയാ വരുന്നെങ്കിൽ കന്യാസ്ത്രീയാണോ വരുന്നതെന്ന് അവർ ചോദിക്കാൻ ഇടവരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ ഭാഷ നമുക്കറിയില്ല, അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് അറിയില്ല, അവരുടെ പ്രശ്നം എന്താണെന്ന് നമുക്കറിയില്ലാതെ വരുമ്പോഴേ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവുള്ളൂ. നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഫുൾ ടൈം ഇവരിയ്ക്കുന്നത് പോലെ ഓൺലൈനിൽ ഇരിക്കണമെന്നില്ല. അനുദിനം വരുന്ന ദിനപത്രം ചരമക്കോളം മാത്രം വായിച്ചടച്ചു വെക്കാതെ അതിൻ്റെ ആ നടുപേജൊക്കെ ഒന്ന് വായിക്കണം, എഡിറ്റോറിയലൊക്കെ ഒന്ന് വായിക്കണം. ദീപികയുടെ എഡിറ്റോറിയലിനെ കിടപിടിക്കാൻ ഇന്നൊരു എഡിറ്റോറിയൽ ഇല്ല. അതുകൊണ്ട് വേറെ ഒന്നും വായിച്ചില്ല. ഞാൻ പറയും ചരമക്കോളം വായിച്ചിട്ട് ചിലരുണ്ട്, അടക്ക് കമ്മിറ്റിക്കാരുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റികളിൽ, കുടയും വടിയെടുത്ത് ചരമക്കോളം വായിച്ചിട്ട് ആ പ്രദേശത്തെ ആരൊക്കെ അറിയുന്നവരാണോ അവിടെയെല്ലാം പോകുന്ന അടക്ക് കമ്മിറ്റിക്കാരുണ്ട്. പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ സമർപ്പിതർ ഒരു ദുരന്ത മുഖത്ത് ഓടിയെത്തണം. വയനാട്ടിലെ ദുരന്ത മുഖത്ത് നമുക്ക് ഓടിയെത്താൻ പറ്റിയോ? ഒരു ദുരന്തമുണ്ടായാൽ അയ്യോ ഇപ്പൊ അങ്ങോട്ട് പോകത്തില്ല, റോഡ് ക്ലിയർ ആയിട്ട് പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നത്? വേറെ ആൾക്കാർ പൊക്കോളും. ഒരു സന്യാസ സമർപ്പണ ജീവിതം സ്വീകരിച്ച ഒരു വ്യക്തി മേലുകീഴു നോക്കാതെ ഇറങ്ങി ദൈവജനത്തിന്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങണം. അതാണ് ദൈവജനത്തിന്റെ വേദനയുടെ അടുത്തേക്ക് എത്താനുള്ള ഭയമില്ലായ്മ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ഇത്രയും സമയം എനിക്ക് കുറിപ്പ് തന്നിട്ട് വീണ്ടും ഞാൻ 10 മിനിറ്റ് കൂടെ എടുത്തു, 15 മിനിറ്റ് കൂടെ എടുത്തു. എന്നോട് ക്ഷമിക്കണം. എന്തായാലും ഞാൻ ഇത്രയും ദൂരം ഇവിടെ വരെ നമ്മളെല്ലാവരും ഒന്ന് മടമടച്ചിട്ടിട്ട് ഇന്ന് സന്യാസ ജീവിതം അല്ലെ സമർപ്പണ ദിനം ആഘോഷിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് പറയാനുള്ളത്, എന്നാലും അച്ഛൻ അവസാനം എന്നോട് പറഞ്ഞായിരുന്നു, എന്നാലും ഒരുങ്ങിയതൊക്കെ പറഞ്ഞിട്ട് പോന്നാൽ മതി കേട്ടോ എന്നൊരു വാക്കും കൂടെ പറഞ്ഞായിരുന്നു. ആ ഒരു ഉറപ്പിലാണ് ഞാനിവിടെ നിന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉജ്ജ്വലിപ്പിക്കണം, സ്വയം ജ്വലിക്കണം, അതിനുശേഷം മറ്റുള്ളവരെ ഉജ്ജ്വലിപ്പിക്കണം. തമ്പുരാനോട് ചേർന്ന് നിന്ന് ദൈവജനത്തിന്റെ രോദനങ്ങളിലേക്ക്, അസ്വസ്ഥതകളിലേക്ക്, ബുദ്ധിമുട്ടുകളിലേക്ക്, പ്രയാസങ്ങളിലേക്ക് ഇറങ്ങാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നുള്ളൊരൊറ്റ ഉറപ്പ് മാത്രം മതി നമുക്ക്. മറ്റു മോട്ടിവേഷണൽ ടോക്കുകളുടെ പിന്നാലെയൊന്നും അസ്വസ്ഥപ്പെട്ട് എനിക്കതില്ലല്ലോ ഇതില്ലല്ലോ എന്നോർത്ത് പോകേണ്ട, തമ്പുരാന്റെ കൃപ മാത്രം മതി എന്നുള്ളൊരു തിരിച്ചറിവോടെ നമ്മൾ ധീരതയോടുകൂടി സമർപ്പണം ജീവിക്കുകയും അത് ജീവിക്കാൻ കൂടെയുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്ന മനോഹരമായൊരു തീരുമാനമെടുക്കാൻ, എല്ലാ ദിവസവും വ്രതവാചകം ഊതി കത്തിക്കാൻ, ചിന്തേരിട്ട് മിനുസമുള്ളതാക്കി മാറ്റാൻ നമുക്ക് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടുകൂടി എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച അഭിവന്യ പിതാവിനും ബഹുമാനപ്പെട്ട പ്ലാച്ചിക്കലച്ഛനും എല്ലാ വികാരി ജനറൽ അച്ഛന്മാർക്കും ഇവിടുത്തെ വാഴത്തോപ്പ് ഇടവക വികാരിക്കും പ്രിയപ്പെട്ട എല്ലാ പ്രൊവിൻഷ്യൽസിനും, ഇവിടെ ഞാൻ നോക്കിയിട്ട് ഒറ്റ സിസ്റ്റേഴ്സ് പോലും ഉറങ്ങുന്നത് കണ്ടില്ല. അതുകൊണ്ട് നിങ്ങൾ സാഗൂതം കാത്തിരുന്ന് ശ്രവിച്ച, ഇവിടെ നിന്ന് ആരെങ്കിലും ഉറങ്ങിയായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ നിർത്തിപ്പോയേനെ. അപ്പോൾ അതുകൊണ്ട് എനിക്കിവിടെ നിന്ന് ഈ നമ്മളുടെ ഗ്രൗണ്ട് സപ്പോർട്ട് എന്ന് പറയുന്നൊരു സാധനം ഭയങ്കര സപ്പോർട്ടാണ്. അപ്പോൾ അത് തന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇടുക്കി രൂപത ഏറ്റവും മനോഹരമായിട്ട് ഈ ഒരു തമ്പുരാന്റെ സാക്ഷ്യം വഹിക്കുന്നതിൽ തിളങ്ങി വിളങ്ങി പ്രശോഭിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അഭിവന്യ പിതാവിനും ഇടുക്കി രൂപതയിൽ ഞങ്ങൾ SD-കാരെല്ലാം അതിനകത്ത് പെട്ട, പ്രൊവിൻഷ്യലേഴ്സ് ഇവിടെ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും, ഞങ്ങളുടെ പ്രൊവിൻഷ്യാളമ്മ പ്രത്യേകം പറഞ്ഞു വിട്ടിട്ടുണ്ട്, എല്ലാ സഹോദരിമാർക്കും ഇന്ന് നമ്മളുടെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി സമർപ്പിത ദിനത്തിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.